ഭഗവത്പാദം ശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം സൂത്രഭാഷ്യവന്ദേ അന്തോ പുനഃ ഈശ്വരോ ഗുരുരാജ്ഞേ മൂർത്തഭേദവിഭാഗിനി യമാന്യാപ്തദേഹായ കൃഷ്ണമൂർത്തയേ നമഃ. നാലാം സഹോവാച മൈത്രേയീ യം ഭഗോ സർവാ പൃഥിവീ വിത്തേന പൂർണ്ണാ സ്യാത് കഥം തേന അമൃതാ സ്യാം ഇതി നേരിഹോവാച യാജ്ഞവൽക്യോ യഥൈവ ഉപകരണവതാം ജീവിതം തഥൈവ തേ ജീവിതം സ്യാത് അമൃതത്വസ്യ തു നാശാസ്തി വിത്തേനേതി സഹോവാച മൈത്രേയീ യേന നഹം നാമൃതാ സ്യാം കിമഹം തേന കുര്യാം യദേവ ഭഗവൻ വേദ തദേവ മേ ബ്രൂഹീതി. സഹോവാച യാജ്ഞവൽക്യഃ പര്യാബതാരേ നഹ സദേ പ്രിയം ഭാഷസ ഹ്യസ്വ വ്യാഖ്യാസ്യാമിതേ വ്യാജക്ഷാണസ്യ തു മേ നിദിധ്യാസസ്വേതി. ശ്രീമുക്തഹോവാച യദ്യദീന്നു ഇതി വിതർക്കേ മേ മമ ഇയം പൃഥിവീ ഭഗവൻ സർവാ സാഗരപരിക്ഷിത്ത വിത്തേന ധനേന പൂർണ്ണാ സ്യാത് കഥം ന കഥഞ്ചന ഇത്യാക്ഷേപാർത്ഥഃ. പ്രശ്നാർത്ഥോ വാ തേന പൃഥിവീ പൂർണ്ണവിത്തസാധ്യേന കർമ്മണ അഗ്നിഹോത്രാദിന അമൃത കിം ന സ്യാമിതി ഭവേദേന സംബന്ധഃ. ഞാൻ സന്യസിക്കുന്നു എന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞു. മൈത്രേയി പറയുകയാണ്. സഹോവാച മൈത്രേയി സ ഏവ മുക്ത. ഇങ്ങനെ ഭർത്താവ് പറഞ്ഞ് കേട്ടുകഴിഞ്ഞപ്പോൾ മൈത്രേയി പറഞ്ഞു, എന്താണ് എന്നും ഇതിന്റെ ഒരു വിതർക്കുകയും ചോദ്യം ഒരു സംശയമായ രീതി ചോദിക്കുകയാണ്. മേയം ഭോ സർവാ പൃഥിവീ വിത്തേന പൂർണ്ണസ്യ കഥം തേന അമൃതസ്യ. താല്പര്യം ഇതാണ്, വിത്തം കൊണ്ട് അമൃതത്വത്തെ പറവിക്കാൻ കഴിയുമോ? കാരണം നിങ്ങളുടെ സമ്പത്തെല്ലാം നിങ്ങൾക്ക് വിഭജിച്ച് തരാം, ഇത് നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ചോദിക്കുകയാണ്. വിതർക്കേ മമയ്യം പൃഥിവീ ഭഗവൻ സർവസാഗര പരിരക്ഷിത. ഈ ഭൂമി മുഴുവൻ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ഭൂമി മുഴുവൻ കിട്ടിയാലും നേടിയാലും അതുകൊണ്ട് പൃഥിവി പൂർണ്ണവിത്ത സാധ്യത, ഈ ലോകം മുഴുവൻ നിറഞ്ഞ സമ്പത്ത്, ആ സമ്പത്ത് കൊണ്ടുള്ള കർമ്മം, അത് ഭാഷ്യകാരൻ അവിടെ കൂട്ടിച്ചേർക്കുന്നു. സമ്പത്ത് എന്തിനാ? കർമ്മത്തിന് വേണ്ടി. അഗ്നിഹോത്രാദിന അമൃത ഹിംസ്യ. വിത്തം കൊണ്ട്, ഈ ലോകം നിറഞ്ഞ വിത്തം കൊണ്ട് അമൃതത്വത്തെ പറവിക്കാൻ കഴിയുമോ ആണ് ചോദ്യം. അപ്പോൾ ഭാഷ്യകാരനോട് പറയുന്നു, ആ വിത്തം എന്തിനു വേണ്ടി? കർമ്മത്തിന് വേണ്ടി. എന്താ കർമ്മം? അന്ന് ചെയ്യുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങളാണ്. അപ്പൊ വിത്തസാധ്യമായ അഗ്നിഹോത്രാദികളെ കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാൻ കഴിയുമോ? അതാണ് ഇവിടെ മൈത്രേയി ചോദിക്കുന്നത്. വിത്തം എനിക്ക് തന്നിട്ട് അങ്ങിവിടെ പോകുന്നത് അമൃതത്വത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ആ വിത്തം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അമൃതത്വം ഉണ്ടാകുമോ എന്നാണ്.
അപ്പോൾ അങ്ങ് ഉപേക്ഷിച്ച വിത്തം അതെനിക്കെന്തിനാണ്? അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? പ്രതിവാചയാച്ച വയ്ക്കുക. കഥമിതി തേനഹോവാചയാജ്ഞവക്യ യഥൈവ കഥമിതി യാക്ഷേപാർത്ഥം അനുമോദനം നേരിഹോവാചയാജ്ഞവക്യ കഥം അത് അംഗീകരിക്കാൻ യാജ്ഞവൽക്യം വിത്തം കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാൻ കഴിയുമോ? അതിനെ അംഗീകരിക്കുന്നില്ല യാജ്ഞവൽക്യം. നേരിഹോവാച യാജ്ഞവൽക്യ. യാജ്ഞവൽക്യം എന്താണ്? ഇല്ല. പ്രസ്തുതസ്ഥിതി പ്രതിവചനാർത്ഥ നൈവസ്യാമൃത കിം തർഹി. അത് സാധ്യമല്ല എന്ന് പറയുകയാണ്. നേരിഹോവാച യാജ്ഞവൽക്യ. അതൊരിക്കലും സാധ്യമല്ല. ഞാനീ ഉപേക്ഷിക്കുന്ന വിത്തം നീ സ്വീകരിച്ചാൽ അതുകൊണ്ട് നിനക്ക് അമൃതത്വം പ്രാപിക്കാൻ സാധ്യമല്ല. യഥൈവ ലോക ഉപകരണവതാം സാധനവതാം ജീവിതം സുഖഭോഗസമ്പന്നം തഥൈവ തദ്വദേവ തവ ജീവിതസ്യ പറയും. യഥൈവ ഉപകരണവതാം ജീവിതം തഥൈവ തേ ജീവിതസ്യ. അതായത് ഒന്നുമില്ലാതിരുന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണെങ്കിൽ മനുഷ്യൻ കഷ്ടപ്പെടും. മറിച്ച് ഉപകരണവതാൻ സാധനം, സമ്പത്ത്, ശക്തി, പ്രഭുത്വം തുടങ്ങിയവയെല്ലാം ഉണ്ടെങ്കിൽ ലോകത്തിൽ കാണുന്നുണ്ട് സുഖ ഉപഭോഗസമ്പന്നം ജീവിതം. സുഖഭോഗങ്ങൾക്കുള്ള സമ്പത്തെല്ലാം കയ്യിലുണ്ടെങ്കിൽ അവർ സുഖമായി ജീവിക്കുന്നു. ഈ ലോക ജീവിതം സുഖമായിരിക്കുന്നു. ഈ സമ്പത്തെല്ലാം ശരിക്കും വിനിയോഗിച്ചു കഴിഞ്ഞാൽ ലോകജീവിതം സുഖമായിരിക്കാം എന്ന് ചോദിച്ചാൽ അത് ഇതിൽ കഷ്ടപ്പാടൊന്നും വരത്തില്ലെന്നല്ല. ഒന്നുമില്ലാത്തവനെ അപേക്ഷിച്ച്, സമ്പത്തില്ലാത്തവനെ അപേക്ഷിച്ച് സമ്പത്തുള്ളവന്റെ ജീവിതം സുഖകരമാണ്. ഒരു ലൗകികമായ തത്വത്തെ പറയുന്നു, ലോക നടപ്പിനെ കുറിച്ച് പറയുന്നു. അതാണ് മനുഷ്യൻ സമ്പത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. സാമാന്യമായി സമ്പത്തുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാം. തദൈവ തദ്ദൈവത്തവ ജീവിതസ്യ. ഇന്നിന്റെ ജീവിതം അങ്ങനെയായിരിക്കും. സമ്പത്തെല്ലാം ശരിയായി വിനിയോഗിച്ച് ലോകത്തിൽ നിന്നും നേടാവുന്ന സുഖങ്ങളെല്ലാം നേടി ലോകജീവിതം സുഖകരമാക്കാം സമ്പത്തുകൊണ്ട്. പക്ഷേ അത് അംഗീകരിക്കുന്നു. അമൃതത്വസ്യ നാശ മനസ്സാപ്യസ്തി വിത്തേന വിത്തസാധ്യേന കർമ്മണം. അമൃതത്വസ്യ നാശാസ്തി. അമൃതത്വത്തെക്കുറിച്ച് നീ ആശിക്ക കൂടി വേണ്ട. ലൗകിക ജീവിതം സുഖമായിരിക്കും. പക്ഷെ അമൃതത്വം സാധ്യമില്ല. എന്തുകൊണ്ട്? വിത്തേന. വിത്തം എന്ന് പറഞ്ഞാൽ, വിത്തം എന്ന് പറയുന്നിടത്തെല്ലാം ഭാഷ്യകാലം ചേർക്കും. വിത്തസാധ്യമായ കർമ്മം. കർമ്മം എന്ന് പറയുന്നിടത്തെല്ലാം ചേർക്കും. അഗ്നിഹോത്രാദി കർമ്മം ചേർക്കും. അത് ആ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ. ഇന്ന് വിത്തസാധ്യമായിരിക്കുന്നത് അഗ്നിഹോത്രാദി കർമ്മങ്ങളല്ല, മറിച്ച് മറ്റ് ഉപഭോഗ സാധനങ്ങൾ. അതുകൊണ്ട് ജീവിതം സുഖകരമായിരിക്കും പറയുന്ന ലോകജീവിതത്തിൽ. അതുകൊണ്ട് എത്രമാത്രം സുഖം നേടാമോ അതൊക്കെ നേടാം. ദുഃഖവും വന്നുകൂടാന്നില്ല. പക്ഷെ അമൃതത്വം അതൊരിക്കലും സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയില്ല. സഹോവാച മൈത്രേയി മുക്ത പ്രത്യുവാച മൈത്രേതി യദ്യേഹം ഏനാഹം അമൃതാം സ്യാത് കിമഹം തേന വിത്തേന തുര്യാം. പറയുന്നത് ശരി. അങ്ങനെയാണെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട്, അങ്ങിപ്പോ വിഭജിച്ചു വരുന്ന ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് മോക്ഷം നേടാൻ കഴിയില്ലെങ്കിൽ, അമൃതത്വം നേടാൻ കഴിയുന്നെങ്കിൽ പിന്നെ ഈ ധനം കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ സുഖം, ഇതുകൊണ്ടുണ്ടാവുന്നുള്ള സുഖം, അതിലെനിക്ക് താല്പര്യമില്ല. എനിക്ക് അമൃതത്വമാണ് വേണ്ടത്. യഥേവ ഭഗവാൻ കേവലം അമൃത സാധനം വേദ തദൈവ അമൃത സാധനം മേ മഹ്യം ബ്രൂഹി പറയുന്നു. ആ അമൃതത്വത്തിന്റെ സാധനം, മോക്ഷസാധനം എന്താ, അതാണ് എനിക്ക് വേണ്ടത്. അത് പറയണം.
അല്ല വിത്തം കൊണ്ടുള്ള ഈ ലോകത്തിലെ സുഖം അല്ല എനിക്ക് വേണ്ടത്. അമൃതസാധനമേ മഹ്യം ബ്രൂഹി, അത് പറയൂ എന്നാണ്. സഹോവാച യാജ്ഞവൽക്യ, അത് കേട്ടിട്ട് യാജ്ഞവൽക്യം പറഞ്ഞു ഏവം വിത്തസാധ്യേ അമൃതസാധനേ പ്രത്യാഖ്യാനേ യാജ്ഞവൽക്യ സ്വാഭിപ്രായ സമ്പത്തു തുഷ്ട ആഹ. അപ്പോൾ യാജ്ഞവൽക്യന് മൈത്രിയെ കുറിച്ച് വളരെ മതിപ്പുണ്ടായി. കാരണം വിത്തസാധ്യം അല്ല അമൃതത്വം എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് താൻ ഈ വിത്തത്തേക്ക് ഉപേക്ഷിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പൊ മൈത്രേയും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ്? അമൃതത്വം വിത്തസാധ്യമല്ല. അപ്പോൾ തന്റെ അഭിപ്രായം തന്നെയാണ് മൈത്രേയി. താൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് മൈത്രേയി ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ യാജ്ഞവൽക്യന് വളരെ സന്തോഷമുണ്ടായി. സഹോവച പ്രിയ ഇഷ്ട ബദൈത്യ അനുകമ്പ്യ ആഹ. പ്രിയ ബദ അരേ. അപ്പോ യാജ്ഞവൽക്യന് മൈത്രിയെ കുറിച്ച് വളരെയധികം സ്നേഹമുണ്ടായി. പ്രിയപ്പെട്ടവളെ, കാരണം ഈ സമ്പത്ത് കൊണ്ട് ഉള്ള സുഖങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവളായി മാറി. അതുകൊണ്ട് അത്യധിക സ്നേഹം, മുമ്പുണ്ടായതിന് കൂടുതൽ സ്നേഹത്തോടുകൂടി അനുകമ്പ്യ ആഹ, അതിലും വലിയ സ്നേഹത്തോടുകൂടി പറയുന്നു എന്നാണ്. പ്രിയ ബതാരേ ന സതി പ്രിയം ഭാഷസേ ഹരേ മൈത്രേയി ഇന്നു അസ്മാകം പൂർവമപി പ്രിയാ സതി ഭവന്തി ഇദാനി പ്രിയമേവ ചിത്ത അനുകൂലം ഭാഷസേ. പറയുന്നു, നീ മുമ്പും എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. ഹരേ മൈത്രേയി ഇന്നു അസ്മാകം പൂർവമപി പ്രിയാ സതി ഭവന്തി ഇദാനി പ്രിയമേവ. ഇപ്പോഴും നീ പ്രിയപ്പെട്ടവൾ തന്നെയായിരിക്കുന്നു. എന്താണ്? എന്റെ ചിന്തയ്ക്കനുസരിച്ച് തന്നെ നീയും ചിന്തിക്കുന്നു. ഈ വിത്തസാധ്യമായ സുഖഭോഗങ്ങളെ ത്യജിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീയും അത് തന്നെ ചിന്തിക്കുന്നു. ഈ വിത്തസാധ്യമല്ലാത്ത അമൃതത്വത്തെ പ്രാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീയും അത് തന്നെ ആഗ്രഹിക്കുന്നു. ചിത്ത അനുകൂലം, ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നീയും ചിന്തിക്കുന്നത് ഭാഷത്തെ. അതുകൊണ്ട് പറയുന്നു, അതേഹി അസുപവിശ വ്യാഖ്യാസ്യാമി യത്തേ തവ ഇഷ്ടം അമൃത സാധനം ആത്മജ്ഞാനം കഥയിഷ്യാമി പറയുന്നു. അങ്ങനെയാണെങ്കിൽ പറയാം, വ്യാഖ്യാസ്യാമി തേ വ്യാജക്ഷണസ്യതു മേ നിധിധ്യാസസ്വ ഇതേ യത്തേ തവ ഇഷ്ടം അമൃത സാധനം ആത്മജ്ഞാനം കഥയിഷ്യാമി വ്യാജക്ഷണസ്യതു മേ മമ വ്യാഖ്യാനം കുർവതോ നിധിധ്യാസസ്വ വാക്യാനി അർത്ഥതോ നിശ്ചയേന ധാതും ഇച്ഛ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പറയുന്ന അടുത്ത് വരിക എന്നുവെച്ചാൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. വന്ന് കേട്ടിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ്, ഏഹി അസുപവിശ അടുത്ത് വരിക, ഇവിടെ ഇരിക്കുക എന്നുവെച്ചാൽ ഇത് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വ്യാഖ്യാസ്യാമി, ഞാനത് വിശദീകരിച്ച് വ്യക്തമാക്കിത്തരാം. എത്തിയത്തവ ഇഷ്ടം അമൃതത്വ സാധനം ആത്മജ്ഞാനം കഥേഷ പറയുന്നു. അമൃതത്വത്തിന് സാധനമായിരിക്കുന്ന ആത്മജ്ഞാനത്തെ ഞാൻ നിനക്ക് വ്യക്തമായി പറഞ്ഞുതരാം എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യാജ്ഞവൽക്യൻ എന്താണോ ചെയ്തത്, യാജ്ഞവൽക്യൻ തന്റെ വിത്തത്തെ ത്യജിച്ചു, ഭാര്യാപുത്രാദികളെയൊക്കെ ഉപേക്ഷിച്ചു, സമ്പത്തിനെ ഉപേക്ഷിച്ചു. അത് ഭാഷ്യകാരൻ പറഞ്ഞു മോക്ഷത്തിന് വേണ്ടി. അത് തന്നെയാണ് ഇവിടെ മൈത്രേയി ചെയ്യുന്നത്. മൈത്രേയി സമ്പത്തിനെ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടി? അമൃതത്വത്തിന് വേണ്ടി. എന്താണ് അതിന്റെ ഉപായം? ആത്മജ്ഞാനം പറയുന്നു. തവ ഇഷ്ടം അമൃത സാധനം ആത്മജ്ഞാനം. അപ്പൊ അമൃതത്വം വേണം എന്ന് പറഞ്ഞാൽ അമൃതത്വത്തിന്റെ ഉപായം അത് സ്വീകരിക്കും.
അമൃതത്വത്തിന്റെ ഉപായം ആത്മജ്ഞാനമാണ്. അത് സ്വീകരിക്കുന്നതിന് തയ്യാറായി, ഇവിടെ ഉപദേശിക്കാനും തയ്യാറായി. അപ്പൊ ഇവിടെ ശ്രുതി നേരിട്ടിവിടെ പറയുകയാണ്, അമൃതത്വത്തിന്റെ സാധനം ആത്മജ്ഞാനമാണ്, അതിന് ഉപായമാണ് സന്യാസം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ആത്മജ്ഞാനത്തിനും സന്യാസത്തിനും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമില്ല, ഇതാർക്കുമാകാം. അതും എങ്ങനെ? ശ്രുതിയിലൂടെ തന്നെ. ശ്രുതി എന്ന് പറയുകയാണ്. ഇവിടെ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് ഉപദേശിക്കുന്നതെല്ലാം ശ്രുതി വാക്യങ്ങളാണ്. സ്പഷ്ടമായിട്ടും ശ്രുതിയാണ് പറയുന്നത്. കാരണം ഇവിടെ യാജ്ഞവൽക്യം പറയുന്നത് ശ്രുതിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയുള്ള ഉപദേശങ്ങൾ മുഴുവൻ വേദമാണ്. ഇത് കേൾക്കുന്നത് മൈത്രേയി അല്ല എന്ന് പറയാൻ വയ്യ. കാരണം ഇവിടെ മൈത്രേയിക്ക് വേണ്ടിയാണ് പറയുന്നത്. മൈത്രേയി എന്ന് പറയുന്ന സ്ത്രീ യാജ്ഞവൽക്യനിൽ നിന്നും ശ്രുതിയാണ് ശ്രവിക്കുന്നത് നേരിട്ട്. അല്ല ശ്രുതിയുടെ താല്പര്യം പറയുകയോ അല്ലെങ്കിൽ പുരാണം പറയുകയോ ഒന്നുമല്ല. യാജ്ഞവൽക്യം പറയുന്നതെല്ലാം വേദവാക്യങ്ങളാണ്. സ്ത്രീക്ക് വേദം അധ്യയനം ചെയ്യാം, വേദം കേൾക്കാം, അർത്ഥവിചാരം ചെയ്യാം, സന്യാസം ആകാം എന്നുള്ളതിന് ഇതിനപ്പുറം വേറെ പ്രമാണമൊന്നും ഇല്ല. ഇത് വളരെ വ്യക്തമായിരിക്കെ നമ്മുടെ പഴയ ആചാര്യന്മാർ എത്രയോ പേര് എഴുതി വച്ചിട്ടുണ്ട്. ഈ ഭാഗം വരുമ്പോൾ മറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും. എന്നിട്ട് അധികാരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച വരുമ്പം പറയും, സ്ത്രീക്ക് വേദം പഠിക്കാൻ പാടില്ല, സ്ത്രീക്ക് സന്യാസം പാടില്ല. അതിനവർ പറയുന്ന അതിനൊന്നും പ്രമാണമില്ല എന്നാ പറയുന്നു. അപ്പോൾ ഇതിത്രയും വ്യക്തമായി ഇവിടെ ഉണ്ടായിരിക്കെ, അപ്പൊ അത് അങ്ങനെ പറയുന്നത് എന്താണ്? തികച്ചും പക്ഷപാതമാണ്. എന്തിനങ്ങനെ ഒരു പക്ഷപാതം കാണിക്കുന്നു എന്ന് ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. അതിനൊരു ശരിയായൊരു സമാധാനം അവർക്കും പറയാൻ പറ്റില്ല, നമ്മൾ ചിന്തിച്ചാലും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് വ്യക്തമായ പ്രമാണമായിരിക്കും. യാജ്ഞവൽക്യൻ വിത്തത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് അത് സന്യാസത്തിന്റെ അടയാളം എന്നാണ് പറയുന്നത്. അതേ വിത്തത്തെ തന്നെയാണ് ഇവിടെ മൈത്രേയി ഉപേക്ഷിച്ചത്. അത് സന്യാസത്തിന്റെ അടയാളമാകാതിരിക്കുന്നെങ്കിൽ എന്തിനവിടെ വ്യാഖ്യാനിച്ചപ്പോരെല്ലാവരും പറയുന്നുണ്ട് ഇത് സന്യാസത്തിന്റെ അടയാളമാണ്. എന്നിട്ടും മറ്റു സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ പറയും അവിടെ സന്യാസത്തിന് അധികാരമില്ല, പ്രമാണമില്ലെന്നാ പറയുന്നു. സന്യസിച്ചവരെന്ന് ചോദിക്കുന്നു, ഞാൻ സന്യസിച്ചതിന് എന്താ പ്രമാണം? എന്നിട്ട് സന്യാസം തന്നെ അങ്ങനെയുള്ളവരൊരു കുറ്റബോധമായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരു കാര്യം. സന്യാസത്തോടൊരു താല്പര്യം വന്ന് സന്യസിച്ചു, പക്ഷെ അത് അരുതാത്ത കാര്യം ചെയ്തു എന്ന് കരുതുന്ന സന്യാസിനിമാർ ഒത്തിരി പേരുണ്ട്. കാരണം ഇന്നും ഈ സ്വാമിമാരല്ല, ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്വാമിമാരാണ്, എല്ലാവരും പഠിപ്പിക്കുന്ന ഇതാണ്, സ്ത്രീക്ക് സന്യാസത്തിന് അധികാരമില്ല, അതിനൊരിടത്തും പ്രമാണമില്ല, അത് പലയിടത്തും നിഷേധിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, പല ഗ്രന്ഥങ്ങളിലും നിഷേധിച്ചിട്ടുണ്ട് സ്ത്രീക്ക് സന്യാസം പാടില്ല എന്ന്. അത് വേദത്തിലല്ല, ശ്രുതിയിലൊരിടത്തും നിഷേധിച്ചിട്ടുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങൾ, ഓരോ സ്മൃതികളും മറ്റും എഴുതിയിട്ട് അതിന് വ്യാഖ്യാനിച്ച് ആൾക്കാർ പഠിപ്പിക്കും. ഇന്നും ഇത്രയും വ്യക്തമായ പ്രമാണം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിന്നോട് ആത്മജ്ഞാനം ഞാൻ ബോധിപ്പിക്കാം. പലയിടത്തും ഇന്നും ഈ ഉപനിഷത്ത് വ്യാഖ്യാനിച്ചിടത്ത് പല യാഥാസ്ഥികമായ ആശ്രമങ്ങളിലും സ്ത്രീയെ മുമ്പ് ഇരുത്താൻ പാടില്ലെന്നു. സ്ത്രീക്ക് വേണമെങ്കിൽ വളരെ പിറകിലിരിക്കാം, നേരിട്ട് കേൾക്കാൻ പാടില്ല, കാരണം സ്ത്രീക്ക് അധികാരമില്ല. ഇത് അങ്ങനെ കരുതുന്നവരുണ്ട് ഇന്നും.
വ്യാജക്ഷാണസ്യത്വമേ മമ വ്യാഖ്യാനം കർവതോ നിരിധ്യാസസ്വ. പറയുന്നത് ഞാനത് വ്യാഖ്യാനിക്കും. മേ മമ വ്യാഖ്യാനം കർവതോ വ്യാഖ്യാനിക്കുന്ന എന്നിൽ നിന്ന് നിരിധ്യാസസ്വ, നീ നിരിധ്യാസനം ചെയ്യണം. വ്യാഖ്യാനം അർത്ഥതോ നിശ്ചയേന ധ്യാതും ഇച്ഛ. ഞാൻ പറയുന്ന വ്യാഖ്യാനം നിശ്ചയേന ധ്യാതം, നിശ്ചയപൂർവകമായി ചിന്തിക്കുക. അതാണ് നിധ്യാസനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ്, യാജ്ഞവൽക്യൻ ഉപദേശിക്കുന്നു, മൈത്രേയി കേൾക്കുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിൽ സംശയങ്ങൾ വരാം. എന്നുവെച്ചാൽ കേൾക്കുന്നത് മനസ്സിലാകാത്തതുകൊണ്ടല്ല, മനസ്സിലാകുന്നവർക്കല്ല. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നിധിധ്യാസസ്വ എന്ന് പറയുന്ന ശബ്ദം വന്നതുകൊണ്ട് പറയുകയാണ്. മനസ്സിലാക്കാത്തവർക്ക് സംശയം വരത്തില്ല, മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ. കാരണം മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യമല്ല ഇവിടെ പറയുന്നു, മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ നിന്നോട് പറയാൻ പോകുന്നു മനസ്സിലാകാത്തതാണെന്ന് പറയുന്നില്ലല്ലോ. പക്ഷെ മനസ്സിലായാൽ ഇതിന്റെ അർത്ഥം, വിഷയം കുറച്ച് സൂക്ഷ്മമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുന്ന വിഷയത്തിൽ സംശയങ്ങൾ വരും. അങ്ങനെ സംശയങ്ങൾ വന്നാൽ ആ സംശയങ്ങളെ പരിഹരിച്ച് താൻ ഉപദേശിക്കുന്ന ആ തത്വത്തിൽ നിനക്ക് നിശ്ചയം വരും. നമ്മൾ പറയുന്നത് നിശ്ചയപൂർവമായി ധ്യാനം, ചിന്തിക്കുക, ഏകാഗ്രമായി ചിന്തിക്കുക, ധ്യാനിക്കുക. ഏകാഗ്രമായ ആ ചിന്ത, ധ്യാനം എന്ന് പറയുന്നത് നിശ്ചയപൂർവമായിരിക്കും എന്നാ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ നിധിധ്യാസനം എന്ന് പറയുന്നത് പല വ്യാഖ്യാതാക്കളും സമാധി എന്നാ പറയുന്നത്, വ്യാഖ്യാനിക്കുന്നു. ഭാഷകാരൻ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ പറയണമായിരിക്കും. നിശ്ചയപൂർവകമായ ധ്യാനം എന്ന് പറയും. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനം എന്ന് പറയുന്ന ശബ്ദം ചിന്തായ, ചിന്ത എന്നുള്ള ചിന്താർത്ഥത്തിലുള്ള ധാതുവിൽ നിന്നാണ്. സാധാരണ ചിന്ത അത് ധ്യാനമാകത്തില്ല, മറിച്ചത് നിശ്ചയം വരണം. ആ ചിന്തയിൽ നിന്ന് ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ താൻ ചിന്തിക്കുന്നത് അതിൽ നിശ്ചയം വരണം. നിശ്ചയം എന്ന് പറയുമ്പോൾ സംശയാദികൾ ഇല്ലാതെ അതിനെ ബോധിക്കണം. അത്രേ ഇവിടെ ആവശ്യപ്പെടുന്നുള്ളൂ, അത്രേ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നുള്ളൂ. അതിനപ്പുറം ഇനി വരുന്ന ഭാഗങ്ങൾ ഭാഷ്യകാരൻ സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഭാഷ്യകാരൻ അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമുള്ളൂ. ഇത് തത്വജ്ഞാനത്തിന്റെ ശാസ്ത്രമാണ്, ഇത് സമാധിയുടെ ശാസ്ത്രമല്ല. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഒന്ന്, അമൃതത്വം വിത്തസാധ്യമല്ല, അതുകൊണ്ട് വിത്തത്തെ ഉപേക്ഷിക്കുക. ആ കാര്യം സന്യാസം, വിത്തത്തെ ത്യജിക്കുക എന്ന് പറയുന്നു. ആ ബ്രഹ്മണോ അസ്മാ സംസാര ശുദ്ധധീർ വിരജ്യതേ യാവത് താവന്ന വിദ്യായ അധികാരി ഭവേന്നര. ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് വിത്തം കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ വിത്തത്തെ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പൊ വിത്തം എന്നുള്ളത് കൊണ്ട് ധനം മാത്രമാണ് പറയുന്നത്. ധനം എന്നാണ് വിത്തത്തിന്റെ സാമാന്യ അർത്ഥം. ഇവിടെ ആ അർത്ഥം എടുക്കേണ്ട. ആ ബ്രഹ്മണോ അസ്മസം, സംസാരം ബ്രഹ്മലോക പര്യന്തമുള്ള എന്തെല്ലാം പദവികളുണ്ടോ അതെല്ലാം, എന്തെല്ലാം ഭോഗ്യവസ്തുക്കളുണ്ടോ അതെല്ലാം, ഏതെല്ലാം ഭോഗ്യ വിഷയങ്ങളുണ്ടോ, സുഖ ഉപഭോഗത്തിനുള്ള
എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം സംസാര, അതിനാണ് സംസാരം എന്ന് പറയുന്നത്. യാവത് ശുദ്ധതിഹി എന്ന വിരച്ചതേ, ഒരു ശുദ്ധബുദ്ധിയുള്ളവൻ, മനഃശുദ്ധിയുള്ളവൻ ഇതിൽ നിന്നെല്ലാം ഏതുവരെ അവന് വിരക്തി ഉണ്ടാകുന്നില്ലയോ, ഇതിനുള്ള താല്പര്യം വിടുന്നതുവരെ തവന്ന വിദ്യായ അധികാരി ഭവന, അതുവരെ അവൻ വിദ്യയ്ക്ക് അധികാരിയല്ല. കാരണം ഇവിടെ പറയുന്നത് മൈത്രേയി ഇത്രയും കാലം യാജ്ഞവൽക്കനോടൊപ്പം താമസിച്ചവരാണ്. എന്നിട്ടും എപ്പോഴാണോ ഈ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചത്, എന്താണ്, എനിക്ക് വിത്തം വേണ്ട, ഭർത്താവ് സന്യസിക്കാൻ പോകുന്നതുകൊണ്ട് ദുഃഖവും പ്രകടിപ്പിച്ചത്, ആ വിത്തത്തെ ത്യജിക്കുന്നതിനുള്ള ആ ഒരു സമയം, അത് അധികാരിത്വത്തെ യോജിപ്പിക്കുകയാണ്. അതിന് പുരുഷ സ്ത്രീ എന്നുള്ള ഭേദമൊന്നുമില്ല. ആർക്കാണോ ഈ ഭോഗങ്ങളിൽ താല്പര്യമില്ലാതെ വരുന്നത്, ആ യോഗ്യത വന്നു കഴിഞ്ഞാൽ അവൻ ജ്ഞാനത്തിന് അധികാരിയാകുന്നു. അതുകൊണ്ട് ഇപ്പോ ആ ജ്ഞാനത്തിന് മൈത്രേയി അധികാരിയാണ് എന്ന് തോന്നിയപ്പോൾ അപ്പോൾ ഉപദേശിച്ചു എന്നാണ്. അതൊരു വിഷയത്തെ ഉപദേശിച്ചില്ല. സഹോവാച നവാരേ പത്യുഃ കാമായ പതിപ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിപ്രിയോ ഭവതി നവാരേ ജായായി കാമായ ജായാ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി നവാരേ പുത്രാണാം കാമായ പുത്രാ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ പുത്രാ പ്രിയാ ഭവന്തി നവാരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി നവാരേ ബ്രഹ്മണഃ കാമായ ബ്രഹ്മപ്രിയം ഭവതി ആത്മനസ്തു കാമായ ബ്രഹ്മപ്രിയം ഭവതി നവാരേ ക്ഷത്രസ്യ കാമായ ക്ഷത്രം പ്രിയം ഭവതി ആത്മനസ്തു കാമായ ക്ഷത്രം പ്രിയം ഭവതി നവാരേ ലോകാനാം കാമായ ലോകാ പ്രിയാ ഭവന്തി ആത്മനസ്കാമായ ലോകാ പ്രിയാ ഭവന്തി നവാരേ ദേവാനാം കാമായ ദേവാ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ദേവാ പ്രിയാ ഭവന്തി നവാരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാവാ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യോ മൈത്രേയി ആത്മനോവാരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിദിതം സഹോവാച യാജ്ഞവൽക്യോ അമൃതസാധനം വൈരാഗ്യം ഉപദിദിക്ഷു ജായാ പതിപുത്രാദിഭ്യോ വിരാഗം ഉത്പാദയതി തസ്സന്യാസായ. ഇനി പറയുന്ന ഭാഗങ്ങൾ യാജ്ഞവൽക്യ അമൃതത്വ സാധനം വൈരാഗ്യം ഉപദിദിക്ഷു, അമൃതത്വം ആണിപ്പോ മൈത്രേയിയും ആഗ്രഹിക്കുന്നത്. പക്ഷെ അമൃതത്വത്തിന്റെ സാധനം എന്താണ്? വൈരാഗ്യമാണ്, എന്നുവെച്ചാൽ സന്യാസമാണ്. അമൃതത്വത്തിന്റെ സന്യാസം, സന്യാസ സഹിതമായ ജ്ഞാനം, അത് ഉപദിദിക്ഷു, അത് ഉപദേശിക്കാനുള്ള താല്പര്യത്തോടുകൂടി ജായ പതി പുത്രാദിഭ്യോ, ഭർത്താവാണെങ്കിൽ ജായ ഭാര്യ, ഭാര്യയാണെങ്കിൽ പതി, പുത്രാദിഭ്യോ വിരാഗം ഉത്പാദയതി, വിരാഗത്തെ ഉണ്ടാക്കുന്നു.
വൈരാഗ്യത്തെ ഉണ്ടാക്കുന്നു. എന്തിന്? സന്യാസായ, അതിന്റെ സന്യാസം, സമ്യക്കായിട്ടുള്ള ന്യാസം, ത്യാഗം, അതിനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ സാധാരണ എല്ലാ സ്ഥലത്തും ഭാഷ്യത്തിൽ വരുമ്പോൾ ജായാപുത്രാദിഷു വൈരാഗ്യം അതേ പറയാറുള്ളൂ. ഭാഷ്യത്തിൽ മറ്റെവിടെ വേണമെങ്കിലും നോക്കും. ഭാര്യാപുത്രന്മാരിലുള്ള വൈരാഗ്യം, വിദ്വേഷം എന്നുള്ള അർത്ഥത്തിലല്ല വൈരാഗ്യം എന്ന് പറയുന്നത്. ത്യാഗേച്ഛ, അതിന് ഉപേക്ഷിക്കുന്നതിനുള്ള ഇച്ഛ സർവത്ര ഏതാ പറയും. പക്ഷെ ഇവിടെ ഒന്നും പറഞ്ഞു ജായ പതി പുത്രാദിഭ്യോ. ഇതുവരെ എല്ലായിടത്തും ഭാഷ്യകാരൻ പറഞ്ഞ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമാണ്, പുരുഷന്റെ സന്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താണ്? സ്ത്രീയുടെ സന്യാസത്തെക്കുറിച്ചാണ്. ജായ പതി, പതിയിൽ വൈരാഗ്യം ഉണ്ടാകണം, ഭർത്താവിൽ വൈരാഗ്യം ഉണ്ടാകണം. അതെന്തായാലും പുരുഷനുണ്ടാകത്തില്ലല്ലോ, സ്ത്രീക്കാണ്. അപ്പൊ സ്ത്രീയുടെ വൈരാഗ്യം, സ്ത്രീയുടെ സന്യാസം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് വേറെ ഇതിനപ്പുറം ഒരു പ്രമാണം ആവശ്യമില്ല. പക്ഷെ മറ്റുള്ള എല്ലാ ഭാഗത്തും ജായാപുത്രാദിഭ്യോ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആണ് ഈ തെറ്റിദ്ധാരണ വരുന്നത്. എന്താണ്? സന്യാസം പുരുഷന് മാത്രമേ അധികാരമുള്ളൂ. പിന്നെ സ്ത്രീ സന്യസിക്കുകയാണെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടാണ്, തന്റെ ഇടമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ അദ്വൈതികളെല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. മിക്കവാറും ആധുനികരായ ആൾക്കാർ ഒഴികെ പഴയ പാരമ്പര്യത്തെ പിന്തുടരുന്നു എന്ന് പറയുന്നവർ, യാഥാസ്ഥികന്മാർ. എന്നങ്ങനെയാ പറയുന്നു. ഈ ശ്രുതികളും സ്മൃതികളും സംസ്കൃതമൊക്കെ പഠിക്കുകയും ഈ ലോകത്തെക്കുറിച്ച് ഒരു ബോധമില്ലാതിരിക്കുകയും ചെയ്യുന്ന സന്യാസിമാർ, ഈ ശങ്കരാചാര്യന്മാരെ പോലെയുള്ളവർ, അവരെല്ലാം ഇതാ പറയുന്നത് സ്ത്രീക്ക് സന്യസിക്കാൻ. ഇപ്പോഴും പറയും. ശങ്കരാചാര്യന്മാരെ കൊണ്ട് ചോദിച്ചു നോക്കാം, എത്ര പേര് പറയും സ്ത്രീക്ക് സന്യസിക്കാൻ അവകാശമുണ്ടെന്ന്. അവർ പറയും വേണമെങ്കിൽ സ്ത്രീ വേണമെങ്കിൽ സന്യസിച്ചോട്ടെ, പക്ഷെ അതിന് പ്രമാണമൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് നിർബന്ധമാണെങ്കിൽ അതവർ പറയത്തില്ല. അങ്ങനെ പറയുന്ന ശങ്കരാചാര്യന്മാരെ കിട്ടത്തില്ല. ശങ്കരാചാര്യന്മാർ ഞാൻ എടുത്ത് പറയാൻ ശങ്കര പരമ്പരയുടെ ആചാര്യന്മാരാണ്, ശങ്കര പരമ്പരയുടെ അധികാരികളാണ്, അവകാശികളാണ്. അവരെന്നൊക്കെ സ്വയം ഞെളിഞ്ഞിരിക്കുന്നവരാണ് സിംഹാസനങ്ങളിൽ. അവരാ ഇത് പറയുന്നത്. ഇത്രയും വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു ജായ പതി പുത്രാദിഭ്യോ. ഇതെന്താ ഇവർ കാണാത്തത് എന്നുള്ള വലിയൊരു അതിശയമാണ്. പതിയിൽ നിന്ന് വിരക്തി ഭാര്യയ്ക്കല്ലേ ഉണ്ടാവും, പുരുഷനുണ്ടാവും. എന്നിട്ടുള്ള പറയുന്നത് എന്തിനാ വിരക്തി? സന്യാസായ, സന്യസിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ സ്ത്രീയുടെ സന്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരത് അംഗീകരിക്കത്തില്ല. മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. ശങ്കര പരമ്പരയിലെ ആചാര്യന്മാരിത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വിവരക്കേടാണ് ഇതിന്. എന്നല്ല എന്താ പറയുന്നത്? വിരാഗം ഉപാദേതി പറയുന്ന വൈരാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, സന്യസിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന്. പിന്നെ സ്ത്രീ സുഖോപകരണമാണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശരി. പക്ഷെ ഇവിടെ വരുമ്പോൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോവുകയാണ്. ഇതിലെങ്ങനെയാ വേറെ തിരുമറി നടത്തുന്നത്? ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയത്തില്ലല്ലോ. ആരായാലും ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇവിടെ ഗത്യന്തരമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. അപ്പൊ ഈ ഒരു പ്രമാണത്തെ എല്ലാ ആചാര്യന്മാർക്കും ഇത് അംഗീകരിച്ചേ പറ്റൂ, വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യൻ സ്വന്തം ഭാര്യയിൽ വിരാഗത്തെ വൈരാഗ്യത്തെ ഉണ്ടാക്കുന്നതിന് തന്യാസായ, ഭർത്താവ് പുത്രൻ ധനം തുടങ്ങി സന്യസിക്കുന്നതിന് വേണ്ടി എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നവൈ വൈശബ്ദ പ്രസിദ്ധ സ്മരണാർത്ഥ
അവിടെ വീണ്ടും പറഞ്ഞിരിക്കും ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ്. എവിടെ പ്രസിദ്ധം? അപ്പോൾ ഇതിന് സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. പലതും മാറ്റിക്കളഞ്ഞു. അങ്ങനെ കരുതണം. കാരണം ഇത് പ്രസിദ്ധമാണെന്ന് പറയുന്നു. സ്ത്രീ സന്യസിക്കുന്നത് പ്രസിദ്ധമായിരുന്നു ഒരു കാലത്ത്. അത് പ്രസിദ്ധമാണ്, പലയിടത്തുമുണ്ട്. വേദാധ്യയനം ആകാമെന്ന് പറയുന്നു. വേദം അധ്യയനം മാത്രമല്ല, വേദം പഠിപ്പിക്കാമെന്ന് പറയുന്നു. അതിന് പ്രമാണങ്ങളുണ്ട്. ഉപനയനം ചെയ്യാമെന്ന് പറയുന്നു. സന്യസിക്കാമെന്ന് പറയുന്നു. അപ്പോൾ പുരുഷന് അറിവിലും മോക്ഷത്തിനും അതിന്റെ ഉപായങ്ങളിലും എല്ലാം പുരുഷനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ അവകാശങ്ങളും സ്ത്രീക്കുണ്ടെന്ന് പറയുന്നു. ഇതിലൊക്കെ ധാരാളം പ്രമാണങ്ങളുണ്ട്. എന്നാണ് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് പറയുന്നത് എന്താണത്? പുരുഷന്റെ സ്വാർത്ഥത എന്നേ പറയാൻ പറ്റും. പ്രസിദ്ധമേവ ഏതത് ലോകേ പറയുന്നു. ഇതൊക്കെ ലോകത്തിൽ പ്രസിദ്ധമാണ്. ലോകത്തിൽ പ്രസിദ്ധമായ കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാ പാടില്ല എന്ന് പറയുന്നു? ഇന്നും പറയുന്ന എന്തിന്? അവകാശമില്ല, അധികാരമില്ല എന്നൊക്കെ. ഇവരൊക്കെ മുക്കാലി കെട്ടിവെച്ച് അടിക്കണം. അല്ലാതെ ഉപദേശിച്ചാലൊന്നും നന്നാവത്തില്ല. ചാട്ട കൊണ്ട് തല്ലണം. പത്യുഹു ഭർത്തുഹു കാമായ പ്രയോജനായ വജ്ജായ പതി പ്രിയോന ഭവതി. ഇനി അതിന്റെ തത്വത്തെ പറയും ഇവിടെ. ഇത് വൈരാഗ്യം ഉണ്ടാകണം, എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഉപേക്ഷിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന എന്താണ്? ഇതിനെല്ലാം അമൃതത്വത്തിന് വേണ്ടി ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. അമൃതത്വത്തിന്റെ സാധനമായ ജ്ഞാനം, ആ ജ്ഞാനത്തിന് അധികാരി ആകണമെങ്കിൽ അവന് സംസാരത്തിൽ വിരക്തി ഉണ്ടാകണം. സംസാരത്തിൽ വിരക്തി ഉണ്ടായാൽ ഉപേക്ഷിക്കാം, ആരായാലും, ആണായാലും പെണ്ണായാലും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ കഴിയാത്തത്? ഇവയോടുള്ള രാഗം കൊണ്ട്. ആ രാഗത്തിനോട് പറയുന്നത് പ്രിയം എന്ന് പറഞ്ഞാൽ സ്നേഹം, സ്നേഹബന്ധം. അതാണ് ഇതിന് തടസ്സമായിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹബന്ധത്തിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കണമെന്നോ സ്നേഹിക്കേണ്ടെന്നോ, സ്നേഹിക്കുന്നത് ശരിയാണെന്നോ സ്നേഹിക്കുന്നത് തെറ്റാണെന്നോ ഒന്നും അല്ല. അതിന്റെ തത്വം എന്താണെന്ന് പറയുകയാണ്. സ്നേഹം എന്ന് പറയുന്നതിന്റെ തത്വം എന്താണ് പറയുന്നു? പത്യുഹു ഭർത്തുഹു കാമായ പ്രയോജനായ വിദ്യായ പതി പ്രിയോ ന ഭവതി. പറയുന്നു അരേ പത്യുഹു കാമായ പതി പ്രിയോ ഭവതി. ആത്മനസ്തു കാമായ പതി പ്രിയോ ഭവതി പറയുന്നു. ആദ്യം മൈത്രേയിയുടെ തന്നെ ഉദാഹരണം പറയുന്നു. നിനക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്, ഭർത്താവ് നിനക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നു. പ്രിയം ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ കഴിയാത്തത്, സന്യസിക്കാൻ കഴിയാത്തത്. അങ്ങനെ ഓരോന്നും ഉദാഹരണമായിട്ടെടുത്ത് പറയുന്നു. പക്ഷെ ആ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ സ്നേഹം എന്തിനു വേണ്ടി? ഭർത്താവിനെ നീ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണോ അത് നിനക്ക് വേണ്ടിയാണോ? ആ സ്നേഹം ആർക്ക് വേണ്ടിയാണോ? ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കുകയാണ്. പറയുന്നു അല്ല, ആത്മനസ്തു കാമായ പതി പ്രിയോ ഭൂതി. പതി പ്രിയനായിരിക്കുന്നത്, പതിയോട് നിനക്ക് സ്നേഹമുള്ളത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ താനങ്ങനെ കരുതുന്നു, താൻ അന്യനെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നു. സ്നേഹത്തിന്റെ തത്വത്തെ പറയുന്നു. ഇവിടെ ഈ ലോകത്ത് ആര് മറ്റൊരാളെ സ്നേഹിച്ചാലും ഇവിടെ പറയും. അങ്ങനെ ഓരോ ഉദാഹരണം എടുത്ത് പറയുന്നു. എവിടെയാണോ സാധാരണ മൈത്രേയിക്ക് സ്നേഹം തോന്നാമെന്നുള്ളത് ഒന്ന് പതി, അതുപോലെ തന്നെ യാജ്ഞവൽക്കന് സ്നേഹം തോന്നാമെന്നുള്ളത് ഭാര്യ,
പിന്നെ രണ്ടുപേർക്കും സ്നേഹം തോന്നാമെന്നുള്ളത് പുത്രർ, സന്താനങ്ങൾ, പിന്നെ അതുപോലെ വിത്തം, ലോകങ്ങൾ, ബാക്കി എന്തൊക്കെയുണ്ടോ. സ്നേഹത്തിന്റെ വിഷയവുമായിട്ട് ഇവിടെ വിഷയങ്ങൾ അനന്തമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന തത്വമല്ല. പ്രിയമായി ലോകത്ത് എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ സർവത്തിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നത്. ഏത് വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചോ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കണ്ട. സ്നേഹപ്രിയമായിട്ട് ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ സർവത്തെയും ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാലും അതുകൊണ്ട് ചോദിക്കും എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നിസ്സാരമായൊരു കാര്യമല്ല. ഈ സ്നേഹബന്ധനത്തിലാണ് സർവ്വ മനുഷ്യരും പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കും. ആരാരെ സ്നേഹിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്, ആ തത്വം എന്താണ്? ഇവിടെ ആരും മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല. അതാണ് ഇതിന്റെ തത്വം. ആരും മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല. ഒരുവനും അന്യനെ സ്നേഹിക്കുന്നില്ല. അന്യമായ ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നില്ല. ലോകത്ത് എല്ലാവർക്കും ഓരോ ജീവനും അവനവനെ സ്നേഹിക്കുന്നുള്ളൂ. ആ സ്നേഹം മറ്റൊന്നിനു വേണ്ടിയല്ല, തനിക്ക് വേണ്ടി തന്നെയാണ്. അതാണ് തനിക്കിഷ്ടം, തനിക്ക് അനുകൂലം എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം മറ്റൊന്നിനെ സ്നേഹിക്കുന്നു. എപ്പോഴാണോ അത് പ്രതികൂലം എന്ന് തോന്നുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടതായാലും ശരി, ഉടൻ ആ സ്നേഹം അവിടെ അവസാനിക്കുന്നു. ആ സ്നേഹം അതിനോടുള്ള ആ വസ്തുവിനോടുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കുന്നു. കാരണം വസ്തുനിഷ്ഠമായ സ്നേഹം അവിടെ തീരുന്നു. സ്നേഹം നിൽക്കും. കാരണം എന്തുകൊണ്ട്? അത് ആത്മനിഷ്ഠമാണ്. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കുന്നില്ല. പക്ഷെ ആ സ്നേഹത്തിന്റെ വസ്തുനിഷ്ഠമായ ഭാഗം, ആ വസ്തുവിലുള്ള സ്നേഹം അവിടെ ഉപേക്ഷിക്കും. എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞാലും ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം. അപ്പോൾ ആ ഒരു വസ്തുനിഷ്ഠമാണ് ആ സ്നേഹം. കുഞ്ഞെന്ന് പറയുന്ന വസ്തു ആശ്രയിച്ചിട്ടാണ്. ആ സ്നേഹം എന്ന് പറയുന്ന ശരീരനിഷ്ഠമാണ്. എന്താ? അമ്മ കുഞ്ഞിന്റെ ആത്മാവിനെയാണോ സ്നേഹിക്കുന്നത്? ഇല്ല, അതിന് കുഞ്ഞിന് ആത്മാവുണ്ടെന്ന് അറിയണമെന്ന്. എന്താണ്? ആ പിണ്ടത്തെയാണ് സ്നേഹിക്കുന്നത്, ആ വസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്. അതിനകത്ത് ആത്മാവുണ്ടാകാം, ബുദ്ധി ഉണ്ടാകാം, മനസ്സുണ്ടാകാം, പ്രാണൻ ഉണ്ടാകാം, ശരീരം ഉണ്ടാകാം, എല്ലാം കൂടെ ചേർന്ന ഒരു പിണ്ടം, അതിനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ അത് അനുകൂലമെന്ന് തോന്നുന്നിടത്തോളം കാലം ഞാൻ അതിനെ സ്നേഹിക്കത്തുള്ളൂ. എപ്പോഴാണോ അതിന് ജീവനില്ല എന്ന് മനസ്സിലാകുന്നത്, എപ്പോഴാണോ അത് സ്നേഹയോഗ്യമല്ല എന്ന് മനസ്സിലാക്കുന്നത്, അത് ജീർണിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്, ആ നിമിഷം അതിനുള്ള സ്നേഹം പോയി. ഉടൻ തന്നെ അതിനെ കത്തിച്ചു കളയാണെങ്കിൽ കുഴിച്ചിടും. പിന്നെ അതിനെ ഏതെങ്കിലും അമ്മ താലോലിക്കും. പിന്നെ ഏതെങ്കിലും ഒരു അമ്മ അതിനെ സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ട്? കാരണം ആ സ്നേഹം അത് വസ്തുനിഷ്ഠമാണ്. ഇതുപോലെ തന്നെയാണ് പ്രിയമായ സർവവസ്തുക്കളും. ആ സ്നേഹം വസ്തുനിഷ്ഠമാണ്. അത് അനുകൂലമായിരിക്കുന്നത് വരെയുള്ളൂ ആ സ്നേഹം. അത് കഴിഞ്ഞാൽ ഉടൻ അത് പ്രതികൂലമെന്ന് കണ്ടാൽ സ്നേഹിക്കാൻ കൊള്ളത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ ആ സ്നേഹം അവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹമില്ലെന്ന് ചോദിക്കും. സ്നേഹം ആത്മനിഷ്ഠമാണ്. അതുകൊണ്ട് സ്നേഹം നിലനിൽക്കുന്നു. അതാണ് അതിന് തെളിവെന്താണ്? ആ വസ്തുക്കളെല്ലാം നശിച്ചാലും സ്നേഹം നിലനിൽക്കുന്നു. അതുവരെ എവിടെയാണ് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്? ആ വസ്തുവിൽ. ആ വസ്തു നശിച്ചാലും സ്നേഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ആ വസ്തുവിനെ ആശ്രയിച്ചല്ല, ആ സ്നേഹം തന്നെ ആശ്രയിച്ചാണ്. പ്രിയം തന്റെ സ്വരൂപമാണ്. തന്റെ സ്വരൂപത്തിൽ നിന്ന് ബഹിർഗമിക്കുന്നതാണ്. തന്റെ സ്വരൂപത്തിന്റെ തന്നെ ബാഹ്യസ്ഫുരണമാണ് സ്നേഹം. ആ സ്നേഹത്തെ മറ്റു വിഷയങ്ങളിൽ ആരോപിക്കുകയാണ്. അത് തനിക്ക് അനുകൂലമെന്ന് തോന്നുന്ന വസ്തുക്കളിൽ കൂടുതൽ ആരോപിക്കും. പ്രതികൂലമെന്ന് തോന്നുന്ന വസ്തുക്കളിൽ അതിനെ ബന്ധിപ്പിക്കത്തില്ല. കുഞ്ഞ് തന്റെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തനിക്കെങ്ങനെയാണോ തന്റെ ശരീരത്തിനോട് സ്വാർത്ഥതയുള്ളത്, അതേ സ്വാർത്ഥത
അതിനോടും വരും, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വരും. അതിനുവേണ്ടി ഇവരോട് കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ സഹിച്ചു എന്നുള്ള ചിന്തകൾ വരും. അതുകൊണ്ട് അതിൽ ആ സ്നേഹത്തെ കൂടുതൽ ഉറപ്പിക്കും. പക്ഷെ അത് അനുകൂലമെന്ന് തോന്നുന്നതുവരെ മാത്രം. പ്രതികൂലമെന്ന് കണ്ടാൽ ആ നിമിഷം പിന്നെ അത് അവസാനിച്ചു, പിന്നീട് അതിനെ സ്നേഹിക്കത്തില്ല. ഇത് സർവ്വ വിഷയങ്ങളും ഏറ്റവും വലിയ സ്നേഹം അതായതുകൊണ്ട് ഇവിടെ ഭർത്താവിന് ഭാര്യയോടായാലും ശരി, ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും ശരി, ഒരുവന് മറ്റൊന്നിനോട്, മറ്റൊരുവനോട്, മറ്റൊരു വസ്തുവിനോട് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ സർവത്ര ആ സ്നേഹം തന്നോടാണ്. അതാണ് ഇവിടെ പറയുന്നത് ആത്മനസ്തുകാമായ ആണ്. അന്യന്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല, എന്ന് വെച്ചാൽ അന്യന് വേണ്ടിയല്ല എന്നർത്ഥം. അന്യന് വേണ്ടി അങ്ങനെ ഒരു സ്നേഹമില്ല, തന്റെ പ്രയോജനത്തിന് വേണ്ടി. എന്തുകൊണ്ടാണ്? ആ സ്നേഹം തനിക്ക് ആനന്ദത്തെ തരുന്നു, ആ സ്നേഹം തനിക്ക് പ്രിയമാണ്, ആ സ്നേഹം തനിക്കിഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ, ഇത് ലോകത്താരായാലും ശരി, ആ സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥം എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വാർത്ഥതയാണ് സ്നേഹം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയാം. അതാണ് അതിന്റെ തത്വം. ഇതുകൊണ്ട് ആരും സ്നേഹിക്കരുത് എന്നല്ല പറയുന്നത്. അതിപ്പോ സ്നേഹിക്കണമെന്നോ സ്നേഹിക്കരുതെന്നോ ഒരാൾക്ക് വേറൊരാളെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ട് പറയുന്നത്? ഓരോരുത്തരും ഇഷ്ടം, അതാണ് പറയുന്നത്. ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിവിടെ പറയുന്നത് സ്വയിഷ്ടം, സ്വന്തം ഇഷ്ടം. തന്റെ ഇഷ്ടം അനുകൂല വസ്തുക്കളിലേക്ക് വയ്ക്കുന്നു. അത് ആരും ഉപദേശിക്കുന്നുണ്ടല്ല, ഉപദേശിച്ചത് മാറ്റാനും പറ്റത്തില്ല. അതങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എന്റെ തത്വം ഇത് മനസ്സിലാക്കുക. തത്വം മനസ്സിലാക്കുമ്പോൾ എന്ത് പറയുന്നു? ആത്മനിഷ്ഠമായ ആ സ്നേഹത്തെ മറ്റു വസ്തുക്കളിലേക്ക് വയ്ക്കുന്നത് സ്വാർത്ഥതയാണ്. ഈ ജീവന്റെ ഏറ്റവും വലിയ സ്വാർത്ഥതയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നു ആത്മാർത്ഥം. സ്വ എന്ന് വെച്ചാൽ ആത്മാ, സ്വാർത്ഥം എന്ന് വെച്ചാൽ ആത്മാവിന് വേണ്ടി, സ്വാർത്ഥം എന്ന് വെച്ചാൽ ആത്മാവിന് വേണ്ടി, തനിക്ക് വേണ്ടി. അങ്ങനെ ഒരു സ്നേഹമേ ഈ ലോകത്തുള്ളൂ. അങ്ങനെ ഒരു സ്നേഹമുള്ളെങ്കിൽ പിന്നെ ഒരുവൻ മറ്റൊരാളോട് പറയണേ എനിക്ക്, അത് പറയുന്നു അങ്ങനെയാണ്. നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? എനിക്ക് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്നാ. എന്നുവെച്ചാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്റെ സ്വാർത്ഥതയാണെന്നാണ്. ആത്മാർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് വേണ്ടിയിട്ടെന്നാണ്. ഇത് പറയുന്നവരും മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ്, അതെനിക്ക് എന്നോടുള്ള സ്നേഹമാണ്, അതെന്റെ സ്വാർത്ഥതയാണെന്നാണ് പറയുന്നത്. അല്ല ആരെങ്കിലും പറയുമോ എനിക്ക് നിന്നോടുള്ള സ്നേഹം പരാർത്ഥമാണ്? എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അന്യാർത്ഥമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അത് സത്യമാണ്. സത്യത്തെ കുറിച്ച് എന്താ പറയുന്നത്? സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വയം വെളിപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. തത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. മറ്റത് ലോകത്തിന്റെ സ്വഭാവം എങ്ങനെ അത് നടന്നോളും. ഈ സ്നേഹം എന്ന് പറയുന്ന കാപട്യം, സ്നേഹം എന്ന് പറയുന്ന ഈ വഞ്ചന, അത് ലോകത്തിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിന് മാറ്റം വരത്തില്ല. അതുകൊണ്ട് അത് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ശാസ്ത്രം ഉപദേശിക്കുന്നില്ല. അത് മനുഷ്യന്റെ എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇതെല്ലാം മനുഷ്യന് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശാസ്ത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കും. അതെന്ന് പറഞ്ഞാലും അത് സംഭവിക്കും. അതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അതിന്റെ തത്വം അതിവിടെ പറയുകയാണ്. അതിൽ ഭ്രമം വരരുത്. ഈ പ്രിയം എന്ന് പറയുന്ന കാര്യത്തിൽ സർവ്വജീവന്മാരും ഭ്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭ്രമിച്ചതുകൊണ്ട് ഇതിൽ പല ഈ ഭ്രമത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു എന്റെ സ്നേഹം, നിന്റെ സ്നേഹം, എനിക്ക് നിന്നോടുള്ള സ്നേഹം, നിനക്ക് എന്നോടുള്ള സ്നേഹം, ഇതെല്ലാം കേവലം ഒരു ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയെ മാറ്റുന്നതിനുള്ള ആ തത്വം അതാണ് ഇവിടെ യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്.
ആത്മനസ്തു കാമായ പറയുന്നു. നിനക്ക് വേണ്ടിയാണ്, പ്രയോജനായ. നീ എന്നെ സ്നേഹിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. എന്റെ ഇഷ്ടത്തിന്, എന്റെ പ്രിയത്തിന്, എന്റെ അനുകൂലതയ്ക്ക് വേണ്ടി ഉള്ളൊരു സംഭവമാണ്. ഭാര്യയായ പതി പ്രിയോ ഭവതി തഥാ നവ അരേ ജായായ ഇത്യാദി സമാനം. ബാക്കി ഓരോന്നുകൂടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നില്ല. അതെല്ലാം സ്പഷ്ടമാണ്. സർവത്ര ഇത് മനസ്സിലാക്കണം. സ്നേഹം ആത്മനിഷ്ഠമാണ്. അതുകൊണ്ട് ഈ സ്നേഹം, ആനന്ദം, പ്രിയം, ഇഷ്ടം ഇതെല്ലാം പര്യായമാണ്, പര്യായ ശബ്ദങ്ങളാണ്. ഇതിന്റെ എല്ലാം താല്പര്യം ഒന്നുതന്നെ. താൻ ആനന്ദസ്വരൂപനായതുകൊണ്ട് തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അത് സ്വയം പ്രകടമാകുന്നു. അതിനാർക്കും തടയാൻ പറ്റത്തില്ല. എങ്ങനെയാണോ സത്ത് അത് പ്രകാശിക്കുന്നു സർവത്ര, ഉണ്മ എങ്ങനെയാണോ ചിത്ത് ബോധം അത് പ്രകാശിക്കുന്നത് സർവത്ര, അതുപോലെ ഈ ആനന്ദം അത് പ്രകാശിക്കുന്നു. അത് പ്രകാശിക്കുമ്പോൾ നമ്മളതിന് പറയുന്ന പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ ആ ഇഷ്ടം. അത് ഇത് തന്നെയാണ്, ഈ ആനന്ദം തന്നെയാണ്, തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ആനന്ദം തന്നെയാണ് അവിടെ പ്രകാശിക്കുന്നത്. അതിന് മറ്റ് വിഷയങ്ങളിൽ ബന്ധപ്പെടുത്തിയിട്ട് അത് അതിൻ്റേതാണ്, അതിനു വേണ്ടിയാണ്, അതിനുള്ളതാണ് എന്നൊക്കെ കരുതുന്നത് ഈ ശരീരാഭിമാനം പോലെ തന്നെ. ഈ ബോധം വാസ്തവത്തിൽ തന്റെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്നുണ്ടെങ്കിലും അതിനെ ശരീരത്തിൽ വെച്ചിട്ട് ഞാനെന്ന് ഈ ശരീരത്തെ അറിയും. അതുപോലെ ഈ ഉണ്മ, തന്റെ സ്വരൂപമായ ഉണ്മ പ്രകാശിക്കുമ്പോഴും ഈ ശരീരം ഉള്ളതാണെന്ന് താൻ കരുതുന്നു. അതുപോലെ തന്റെ സ്വരൂപമായിരിക്കുന്ന ഈ ആനന്ദം പ്രകാശിക്കുമ്പോൾ അതിനെ വിഷയങ്ങളിൽ വെച്ചിട്ട് നമ്മളതിന് സ്നേഹമെന്ന് പേരിടുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് ആരും തന്നെ അങ്ങനെ പരാർത്ഥമായൊരു സ്നേഹം, അന്യനെ സ്നേഹിക്കുന്നവരാരുമില്ല ഈ ലോകത്താരും. ഈ തത്വത്തെ അറിഞ്ഞാലോ, ഇവിടെ പറയുന്നു, ഈ തത്വത്തെ അറിയുന്നവരോ, മഹാത്മാക്കളോ ഈ തത്വത്തെ അറിയുന്നവർ, അവർ പറയുന്നു അവർ ലോകത്തെ സ്നേഹിക്കുന്നു, അന്യനെ സ്നേഹിക്കുന്നു എന്ന് പറയും. ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം, ഈ തത്വത്തെ ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവിടെ താൻ അന്യനെന്നുള്ള ഭേദമില്ല. അവിടെ ഭേദത്തെ മുൻനിർത്തിയ ഒരു സ്നേഹമില്ല. എന്തുകൊണ്ട്? അവിടെ ഭേദമില്ലല്ലോ. ഈ ഭേദം നശിക്കുന്നിടത്താണല്ലോ ആ മഹത്വം. അപ്പൊ പിന്നെ എങ്ങനെ മഹാത്മാവിന് അന്യനെ സ്നേഹിക്കാൻ പറ്റും? താൻ അന്യനെന്നുള്ള ഭേദമില്ലാത്തതുകൊണ്ട് അവിടെയും ഈ അന്യനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിടെ ആ സ്നേഹത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് ആത്മാനന്ദം തന്നെ. ആ സ്നേഹത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ്? സർവത്തിലും കാണുന്ന ആത്മാനന്ദം. അതിനപ്പുറം ആരെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി പരസ്പരം ഭേദത്തിൽ കണ്ടുകൊണ്ട്, ഞാൻ നീ വേറെ എന്നുള്ള ഭേദത്തിൽ കണ്ടുകൊണ്ട് ഞാൻ അന്യനെ സ്നേഹിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സ്നേഹം, അത് ഒരു തത്വജ്ഞനും കാണാൻ വഴിയില്ല, ആത്മനിഷ്ഠനായ ഒരുവനും കാണാൻ വഴിയില്ല, ഒരു ജീവൻ മുക്തനും വഴിയില്ല, ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരാളിനും ഇല്ല, ഒരു മഹാത്മാവിനും ഇല്ല. അവിടെ ഭേദബുദ്ധിയില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഭേദബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഞാൻ നീ എന്നുള്ള ഈ ഭേദം നിലനിൽക്കുന്നതുകൊണ്ട് പരസ്പര സ്നേഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം പാടില്ലെന്നല്ല ഇവിടെ പറയുന്നത്. കാരണം ഈ ഭേദബുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലം ആ സ്നേഹവും സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് സ്വാഭാവികമായ, അതിനെ തടയാനോ നിഷേധിക്കാനോ ഒന്നും ഇവിടെ ശാസ്ത്രം ഉദ്ദേശിക്കുന്നില്ല. നാളെ മുതൽ നീ മറ്റൊരാളെ സ്നേഹിക്കരുതെന്ന് പറയുന്നില്ല, അതല്ല. പക്ഷെ അതിന്റെ തത്വത്തെ അറിയുന്നവൻ, അവൻ പിന്നെ ഈ കപട സ്നേഹത്തിൽ പെടത്തില്ല. തത്വത്തെ ഗ്രഹിക്കുന്നവൻ അങ്ങനെ ഒന്നില്ല എന്നവൻ മനസ്സിലാക്കും. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് വ്യക്തിനിഷ്ഠമായ ഒന്നില്ല, അത് ആത്മനിഷ്ഠമാണ്. അതിൽ ഞാൻ നീ എന്നുള്ള ഭേദമില്ല, അത് ഏകമാണ് ആ സ്നേഹം. അത് ഇവിടെ പറയുന്നു സച്ചിദാനന്ദം,
സച്ചിദാനന്ദം എന്ന് പറയുന്ന ആനന്ദമാണ്. അതിനെ ഇവിടെ ഞാൻ നീ എന്നുള്ള ഭേദത്തിലൂടെ അത് തത്വബോധം. അവിടെ ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെന്നോ സ്നേഹിക്കുന്നില്ലെന്നോ അതിന് ഇഷ്ടമോ അനിഷ്ടമോ ആശയോ നിരാശയോ ലാഭമോ നഷ്ടമോ ഇത്തരം ദ്വന്ദ്വങ്ങളൊന്നുമുള്ള ഈ ദ്വന്ദ്വാത്മകമായ ഒരു സ്നേഹവും ആ തത്വനിഷ്ഠൻ കാണുന്നില്ല. അതുകൊണ്ടെന്താണോ സ്നേഹത്തിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നവന് അവന് ത്യാഗത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. അവൻ ത്യജിക്കുന്ന എന്താണ് വാസ്തവത്തിൽ? മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ ത്യജിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ ഭ്രാന്തിയാണ് ത്യജിക്കുന്നത്. അതിനപ്പുറം ഒന്നും ത്യജിക്കുന്നില്ല. അവനെന്ത് കരുതുന്നു? ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നു. അതവൻ മനസ്സിലാക്കുന്നു താൻ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ്. ആ സ്നേഹം തന്റെ തന്നെ സ്വരൂപമാണ്. ആ സ്നേഹമാണ് ഓരോരുത്തരിലും ഇരിക്കുന്ന ആ സ്നേഹമാണ് എന്ന് കരുതുമ്പോൾ അവന്റെ ആ സ്നേഹത്തിന്റെ സ്വാർത്ഥാംശത്തെ ത്യജിക്കുകയാണ്. ഇത് വൈരാഗ്യം. അപ്പോ ഞാൻ വേറെ നീ വേറെ എന്നുള്ള ബുദ്ധിയോടുകൂടി ഒരുവനിൽ വയ്ക്കുന്ന ആ സ്നേഹം, ആ സ്നേഹത്തെ അവൻ ഉപേക്ഷിക്കുന്നു. അവിടെ ആ സ്നേഹം എന്ന് പറയുന്ന ഒരു ബന്ധനമാണ്. അപ്പോൾ മനസ്സിലാക്കുന്നു ഇതുവരെ താൻ കരുതിയിരുന്ന സ്നേഹം വാസ്തവത്തിൽ ഭ്രാന്തിയാണ്, ബന്ധനമാണ്. പരമാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മുക്തിയാണ്. അത് തന്റെ സ്വരൂപമാണ്. ആ സ്നേഹം സർവത്ര പ്രകാശിക്കും. ഒരു സൂര്യന്റെ പ്രകാശം സർവത്ര പ്രകാശിക്കുന്നു. സൂര്യന്റെ പ്രകാശം കൊണ്ട് സൂര്യനെ ഗ്രഹിക്കുന്നു. ആ പ്രകാശം കൊണ്ട് സർവ്വ വിഷയ വസ്തുക്കളെയും ഗ്രഹിക്കുന്നു. അതുപോലെ തന്റെ സ്വരൂപമായിരിക്കുന്ന സ്നേഹം, ആനന്ദം സർവസ്വരൂപങ്ങളിലൂടെയും പ്രകടമാകും. അതിനപ്പുറം ഞാൻ നീ എന്നുള്ള ഭേദബുദ്ധിക്ക് അനുസരിച്ച് ഒരു സ്നേഹമില്ല എന്നുള്ള ബോധം തന്നെയാണ് ത്യാഗം. അപ്പോൾ വാസ്തവത്തിൽ ആ സ്നേഹത്യാഗം എന്ന് പറയുന്നത് എന്താണ്? ആ മമതയുടെ ത്യാഗമാവും. ആണ് ഇതിൽ പറഞ്ഞ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറഞ്ഞ് അവിടെ സ്നേഹത്തിൽ മമതയില്ല. മമതയെന്ന് പറയുന്ന ഈ പറയുന്ന കാപട്യമാണ്. ഒരാൾക്ക് വേറൊരാളോട് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് അതൊരു കപടതയാണ്, ആത്മവഞ്ചനയാണ്. അതിനാണ് മമത എന്ന് പറയുന്നത്. തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രം തോന്നുന്ന ഒരു ഭ്രാന്തിയാണ്. ആ ഭ്രാന്തി നഷ്ടപ്പെട്ടാൽ അത് ത്യാഗമായി. അപ്പൊ അവന്റെ മനസ്സ് പ്രത്യേകിച്ചൊരു വിഷയത്തോട് ബന്ധിക്കുന്നില്ല, ഒട്ടുന്നില്ല. അവൻ സ്വതന്ത്രനായിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം തന്നെ വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യം, മോക്ഷം എന്ന് പറയുന്നത് ഈ സ്നേഹബന്ധനത്തിൽ നിന്നുള്ള മോക്ഷമാണ്. വേറെന്താ മോക്ഷം എന്ന് പറയുന്നത്? തന്റെ ഭ്രാന്തി കൊണ്ട് മറ്റോരോന്നിനോടും വരുന്ന തന്റെ ബന്ധനം, ആ ബന്ധനമാണല്ലോ വാസ്തവത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളിലൂടെ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബന്ധനം, മാനസികമായ ബന്ധനം ഒന്നിനോടും ഇല്ലെങ്കിൽ അവന് മാനസികമായ സ്വാതന്ത്ര്യമുണ്ട് വ്യവഹാരത്തിൽ പോലും. അതിന്റെ ഒരു ഉപായം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ത്യാഗത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, യാജ്ഞവൽക്യം പറയുന്നു, ഇതിന്റെ തത്വം ഇതാണ്. തത്വം ഇതാണെങ്കിൽ ഭാര്യ, നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ബന്ധത്തെ, അവിടെ സ്നേഹബന്ധത്തെ പ്രത്യേകം സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അതിന് നിലനിർത്തേണ്ട ആവശ്യമില്ല. ആ ഒരു ബോധമുണ്ടിലുണ്ടെങ്കിൽ അതിനുപേക്ഷിക്കാം. നിനക്കുപേക്ഷിക്കാം, എനിക്കുപേക്ഷിക്കാം. കാരണം അത് കൃത്രിമമല്ല, അത് പരമാർത്ഥമല്ലല്ലോ, അത് ഭ്രാന്തിയല്ലേ. അതിനുപേക്ഷിക്കുന്നുണ്ട്, അതിനെ സംരക്ഷിക്കുന്ന എന്തിന്? അതിനെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് എന്താ ദോഷം എന്നാണ്. അപ്പം അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്നേഹം ഉണ്ടാകുമോ? അത് നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ സ്നേഹം എന്ന് പറയുന്ന ആത്മാനന്ദമാണ്. അത് സർവപ്രാണികളിലുമുള്ള സ്നേഹമാണ്. അതിനാണ് വേറൊരു ഭാഷയിൽ പറയുന്നത് എന്താണ്? കൃപ
എന്നെല്ലാം പറയും. അത് ഈ ക്ഷുദ്രമായ അല്പമായ സ്നേഹം അല്ല, അത് സർവപ്രാണികളിലും ഒരുപോലെ ഇരിക്കുന്നു. അതിന് സ്വാർത്ഥതയുടെ അംശം അവിടെയില്ല. മഹാത്മാക്കളുടെ കേടുന്ന സ്നേഹം അതാണ്. പ്രത്യേകിച്ച് ഒന്നിനുള്ള മമത അല്ല അത്. അതില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ബന്ധം നിലനിർത്തുന്നതിനെന്താ? ഭ്രാന്തിയിലൂടെ ഉള്ള ഒരു ബന്ധം നിലനിർത്തുക, അതിന്റെ ആവശ്യമില്ല. ഭ്രാന്തി പോയാൽ ആ ബന്ധം പോയി. പിന്നെ ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു ബന്ധം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മമതയും അവിടെ ഇല്ല. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ ഒരു പ്രയാസമില്ല. യാചോർക്കും പറയുന്നു, ഞാൻ എന്റെ വഴിക്ക്, നീ നിന്റെ വഴിക്ക്. ഈ ബോധം വന്നു കഴിഞ്ഞാൽ ഡൈവേഴ്സ് അതാണ്. ഇത് എന്താണ് ആർഷ ഡൈവേഴ്സ് എന്ന് പറയും. നവാരേ വിത്തസ്യ നവാരേ ബ്രഹ്മണഃ നവാരേ ക്ഷത്രസ്യ നവാരേ ലോകാന നവാരേ ദേവാന നവാരേ ഭൂതാന നവാരേ സർവ. എന്തിനെങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നത്? എന്തിനു പറയുന്നത്? എല്ലാത്തിനും ഉൾക്കൊള്ളാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ചില പ്രത്യേക വിഷയത്തിലാണെന്ന് തോന്നിപ്പോവും. നവാരേ ലോകാനാം പറയുന്ന നവാരേ സർവസ്യ. അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞു എവിടെയെല്ലാം തന്റെ മനസ്സ് തന്നെ ഈ സ്നേഹബന്ധത്തിൽ കൊണ്ട് കൊടുക്കുന്നുണ്ടോ? കാരണം ഇത് ജന്മങ്ങളായോ എന്ന് പറയാം, അല്ലെങ്കിൽ ജനിച്ചിട്ട് വർഷങ്ങളായോ അവന്റെ മനസ്സ് ഉണ്ടാക്കിയെടുത്താണ് ഈ ബന്ധം, സ്നേഹബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ വിപുലമാണ്, വിഷയങ്ങൾ വിപുലമാണ്. അത് മാത്രമല്ല, ഈ വ്യക്തികളും ജീവന്മാരും വിപുലമാണ്. ഓരോ ജീവനും ഈ ബന്ധമുണ്ട്. ഓരോ ജീവനും അനന്ത ജീവന്മാരുമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹബന്ധനം വളരെ വിപുലമാണ്. അതിനെ തത്വജ്ഞാനം കൊണ്ട് നിരാകരിക്കുന്നു, ഇവിടെ ഉപേക്ഷിക്കുന്നു, ത്യജിക്കുന്നു. പൂർവം പൂർവം യഥാ ആസന്നേ പ്രതിസനെ പ്രീതി സാധനെ വചനം. അപ്പോ പ്രീതിക്ക് സാധനമായ വിഷയങ്ങൾ തന്റെ ചുറ്റുമുണ്ട്, തന്റെ ശരീരം ഉൾപ്പെടെ. അല്ല, ആ സ്നേഹം എന്ന് പറയുന്നത് ശരീരബാഹ്യമായ വസ്തുക്കളിൽ മാത്രമാണ്. ഈ ശരീരത്തോടുള്ള സ്നേഹം പോലും അതും അതിൽ ഉൾപ്പെടും. ഭാര്യയോടും ഭർത്താവിനോടും പുത്രനോടും ഉള്ളതുപോലുള്ള സ്നേഹം ഒരാൾക്ക് ഈ ശരീരത്തോടുമുണ്ട്. ആ സ്നേഹം പോലും അതിനെ കൂടി ഇങ്ങനെയാ കാണുന്നത്. അതേ മനസ്സിലാവും. അപ്പൊ അത് ഒരു ശരീര ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഈ പറയുന്നതിന് അവർ പറയുന്നതാണ് നൈരാശ്യവാദം എന്ന് പറയും. നൈരാശ്യവാദം എന്ന് പറയും. അല്ലെങ്കിൽ അവർ പറയും ഇത് വിഷാദ രോഗമാണെന്ന്. അതല്ല, കാരണം അവിടെ പറയുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ പറയുന്നവൻ ശരീരത്തോടുകൊണ്ട് ഈ സ്നേഹം, ശരീര ആത്മബോധത്തോടുകൂടി ഇരിക്കുന്നവൻ ഇതൊരിക്കലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആരെ സ്നേഹിക്കണോ ആരെ സ്നേഹിക്കണ്ടെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ ആ സ്നേഹം സ്വന്തം ശരീരത്തോടുകൂടി തന്നെ ഇരിക്കുന്നു. അവിടെ നിന്ന് ഇത് ഉപേക്ഷിക്കണം, അതിനെയും ത്യജിക്കുന്നു. അതുകൊണ്ടാണ് സന്യാസി പ്രതീകാത്മകമായിട്ട് ഹോമമൊക്കെ ചെയ്തിട്ട് ശരീരത്തോടെ ത്യജിക്കുന്നു. ഹോമാഗ്നി തന്റെ ശരീരം കൂടി ഉപേക്ഷിക്കുന്നതായിട്ടൊക്കെ ഭാവന ചെയ്യും. ഇതൊക്കെ ഭാവനയിലേ ഉള്ളൂ, ഫലത്തിലൊന്നുമില്ല. അതെല്ലാം ഒരു ചടങ്ങുകളായി അവസാനിക്കാറേ ഉള്ളൂ. എന്തുകൊണ്ട്? അത് എല്ലാം തത്വവിചാരത്തിലുള്ള ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് സന്യാസം എന്ന് പറയുന്നത്. ഒരാൾ സ്വീകരിക്കുന്നത്, നമ്മൾ സ്വീകരിക്കുന്ന സന്യാസമുണ്ടല്ലോ, അല്ലെങ്കിൽ വിവിധ സന്യാസം എന്നൊക്കെ പറയുന്നു. അതിന്റെ തുടക്കത്തിൽ ഇതിന്റെ എല്ലാം ആരംഭം അവിടെയുണ്ട്. സ്വന്തം ശരീരത്തോട് വരെ ഉള്ള മമതയില്ലാതാകുന്നു എന്ന് ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, ഭാവന ചെയ്യുന്നു. അതിനെയും ദഹിപ്പിക്കുന്നതായിട്ടൊക്കെ ഭാവന ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം വാസ്തവത്തിൽ വേണ്ടത് ആ തത്വവിചാരം തുടരുക എന്നുള്ളതാണ്.
ആ തത്വവിചാരം തുടരണമെങ്കിൽ വ്യവഹാരങ്ങളൊക്കെ കുറച്ചു വിടണം. വിട്ടിട്ട് ഈ വിചാരത്തിൽ തന്നെ അവന്റെ മനസ്സ് കുറെ നിൽക്കണം. ഇതല്ല, ഇത് സന്യാസം എന്ന് പറയുന്നത് പുതിയ വ്യവഹാരങ്ങളിലേക്ക് എടുത്തു ചാടാനുള്ള അംഗീകാരമായിട്ടാണ് ഓരോരുത്തർ സ്വീകരിക്കുന്നത്. പുതിയ കർമ്മ മേഖലകളിലേക്ക് മറക്കുകയാണ്. എങ്ങനെ? ഈ പറയുന്ന തത്വങ്ങളെല്ലാം വിസ്മരിച്ചിട്ട്. പിന്നെ ഇതൊന്നും വിചാരം ചെയ്യുന്നതിന് അവന് അവസരം കിട്ടത്തില്ല. അവസരം കിട്ടാതിരിക്കുമ്പോൾ സ്വയം നശിക്കും. ഇതുകൊണ്ട് എന്താണ് സാധിക്കേണ്ടത് അത് സാധിക്കത്തില്ല. അരുതാത്തത് പറഞ്ഞ് സാധിക്കുകയും ചെയ്യും. അതൊന്ന് ലോകത്ത് നടന്നു വരുന്ന സന്യാസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം ഒന്നും ഇവിടെ നടക്കില്ല, സാധ്യമല്ല. സന്യാസി തന്നെ മറന്നുള്ള വ്യവഹാരങ്ങളിൽ നിൽക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ല. ഇതൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. പൂർവ്വം യഥാസന്നെ പ്രീതി സാധനെ വചനം. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്തിന്? അങ്ങനെ പ്രീത്യുപായങ്ങളായിട്ട് തന്റെ തന്നെ പ്രീതിയെ പ്രകാശിപ്പിക്കുന്നതിന് ബാഹ്യമായ വിഷയങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. എണ്ണിയാൽ ഒടുക്കാത്ത വിഷയങ്ങളാണ്. അപ്പോൾ അതിന് ഒരു തത്വമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ വേണം. ഇപ്പൊ ഓരോ വിഷയവും ത്തിലും ഈ ചിന്ത, ഓരോ വിഷയവും കാണുമ്പോൾ ഓരോ സ്ഥലത്തും പ്രീതി ഇതിലല്ല എന്നിലാണ്, പ്രീതി ഇതിലല്ല എന്നിലാണ് എന്ന് ഓർമ്മിക്കണമെന്നല്ല പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് സർവ വിഷയങ്ങളെയും സംബന്ധിച്ച് ഇതാണ് തത്വം എന്ന് മനസ്സിലാക്കും. ആ തത്വത്തെ ദൃഢമാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇഷ്ടവിഷയങ്ങൾ വരുമ്പോൾ അവനിൽ ആ തത്വം ഉണർന്നിരിക്കും. ആ തത്വത്തിന്റെ സ്വാധീനം അവന്റെ വിഷയ അനുഭവത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് സർവസ്യ തത്ര തത്ര ഇഷ്ടതരത്വ വൈരാഗ്യസ്യ പറയുന്നു. ഓരോരോ വിഷയങ്ങളിലും ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, തത്വത്തെ ഗ്രഹിക്കുക. ഇതെല്ലാം ഈ സ്നേഹമെല്ലാം തന്നോടുള്ള സ്നേഹമാണ്, ഒരു വിഷയത്തോടുള്ള സ്നേഹമല്ല. ഈ സ്നേഹം തനിക്ക് വേണ്ടിയുള്ള സ്നേഹമാണ്, അല്ല മറ്റൊരു വിഷയത്തിനും വേണ്ടിയുള്ള സ്നേഹമാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സ്നേഹം തന്നോടുള്ള സ്നേഹമാണ് ഈ പ്രകടമാകുന്നത്, മറ്റൊരു വിഷയത്തോടുള്ള സ്നേഹമല്ല. ആ വിഷയത്തോടാണെന്നുള്ള തന്റെ ഭ്രമമാണ്. മറ്റൊന്ന്, ഈ സ്നേഹം തനിക്ക് വേണ്ടിയാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല. മറ്റാർക്കും വേണ്ടി ആരെയും സ്നേഹിക്കുന്നില്ല, തനിക്ക് വേണ്ടി. കാരണം എന്തുകൊണ്ട്? തനിക്കത് ഇഷ്ടമാണ്, തനിക്കത് വേണ്ടതാണ്, തനിക്കത് അനുകൂലമാണ്. ഇത്തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുകൊണ്ടാണ്. അതെല്ലാം ആത്യന്തികമായി വന്നു ചേരുന്നത് തന്നിലാണ്. അതുകൊണ്ട് അത് മറ്റു സ്ഥലത്ത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് എന്ന് വരുന്ന ആ ഭാഗം ഭ്രമമാണ്. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിലുള്ള ഭ്രമാത്മകമായ സ്നേഹം അനുഭവസിദ്ധമായിരിക്കുന്നെങ്കിലും ഈ സ്നേഹത്തിന്റെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. ബഹിർമുഖമായ ഇത് സ്നേഹം മാത്രമാണ്. ഇവിടെ ഇപ്പൊ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും ബഹിർമുഖമായ എല്ലാ പ്രവർത്തനങ്ങളും എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇഷ്ടപ്രാപ്തി ഭാഷകാരൻ പറയുന്നു, അനിഷ്ടപരിഹാരം, ഇതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്യന്തികമായി അത് തനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതെല്ലാം തനിക്കിഷ്ടമായതുകൊണ്ട് ചെയ്യുന്നതാണ്. തന്റെ ഇഷ്ടമാണതെല്ലാം, തന്നിലാണ് വന്നു ചേരുന്ന ആ പ്രവൃത്തികൾ. സ്വാർത്ഥമാണ് ആ പ്രവൃത്തികളെല്ലാം, നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തിയില്ല, ആത്മാർത്ഥമായാണ് പ്രവൃത്തി. സർവപ്രവൃത്തികളും ആത്മാർത്ഥമായിരിക്കുന്നുണ്ട്, തന്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരിക്കുന്നുണ്ട്. ആ ഇഷ്ടം തന്നിലാണ് എന്ന് മനസ്സിലാക്കാം.
തന്നിലിരിക്കുന്ന ആ ഇഷ്ടത്തെ അന്വേഷിച്ച് എന്നാൽ മനസ്സിലാവും എന്താണ് ആ ഇഷ്ടം തന്നെയാണ് തന്റെ സ്വരൂപം, ആ പ്രിയമാണ് തന്റെ സ്വരൂപം. അത് കേവലം സ്നേഹത്തെ സംബന്ധിച്ചല്ല, ഈ ജീവന്റെ സർവ്വചലനങ്ങളും സർവ്വപ്രവർത്തനങ്ങളും വാക്കായ മനഃപ്രവൃത്തികളെല്ലാം തനിക്ക് വേണ്ടിയാണ്, തന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഇഷ്ടം, ആ സ്നേഹം തന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് താൻ ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് നിത്യമാണ് എന്നും മനസ്സിലാക്കും. ആ പ്രിയം തന്നെ പിരിയാതിരിക്കുന്നുണ്ട്. ഒരിക്കലും ആ പ്രിയത്തെ തനിക്ക് തന്നിൽ നിന്ന് പിരിച്ചു മാറ്റാൻ കഴിയുന്നില്ല, ആ ഇഷ്ടത്തെ തനിക്ക് തന്നിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല. അത് സദാ ഇരിക്കുന്നു. ആ ഇഷ്ടം ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിലെല്ലാം ഒരേപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് അത് തന്റെ സ്വരൂപമാണ്, അത് നിത്യമാണ്, ആനന്ദമാണ് എന്ന് ആത്മാവിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഇനി വേറെ ഇവിടെ നിന്ന് വരുന്ന ഒരു വലിയ ആനന്ദം ഇങ്ങോട്ട് വന്ന് കയറാൻ പോകുന്ന ആനന്ദം എന്നുള്ളതല്ല. അത് നിർദ്ദിശ്യ ആനന്ദമായി ഇപ്പൊ തന്നെ ഇരിക്കുന്നു. നമ്മുടെ ഓരോ അനുഭവത്തിനും ഓരോ ചലനങ്ങളിലും ആ നിരുദ്ദിശ്യ ആനന്ദം തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആർജിക്കേണ്ട ഒരു ആനന്ദമല്ല, ഇല്ലാതിരുന്നതിനെ ആർജിക്കാൻ പറ്റും. അത് നിത്യമായിരിക്കും ഉള്ളിൽ, സദാ, ജ്ഞാനിയിലും അജ്ഞാനിയിലും എല്ലാം. അതിന്റെ തത്വത്തെ അറിയുന്നവൻ അത് സദാ നിത്യമായി തന്റെ ഉള്ളിലിരിക്കുന്നു എന്നറിയുന്നു. ആ സത്യത്തെ അറിയാത്തവൻ ആ പ്രിയത്തെ, ഇഷ്ടത്തെ പരിച്ഛിന്നമാക്കി കുറെ തന്നോടും കുറെ മറ്റു വിഷയങ്ങളോടും എല്ലാം ബന്ധപ്പെടുത്തി അറിയുന്നു. അതുകൊണ്ട് പറയുന്നു തത്ര തത്ര ഇഷ്ടതരത്വ വൈരാഗ്യസ്യ. അതുകൊണ്ട് ഈ വൈരാഗ്യം എന്ന് പറയുന്നത് എവിടെ എവിടെയെല്ലാം ഈ സ്നേഹബന്ധനം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സ്നേഹഭ്രാന്തി കാണുന്നുണ്ടോ, അവിടെയെല്ലാം വിവേകം കൊണ്ട് വന്നു ചേരേണ്ട ഒന്നാണ്. തത്വചിന്തയിൽ അത് വന്നു ചേരും. അതുകൊണ്ടാണ് ഇതിന്റെ അംഗമെന്ന് പറഞ്ഞത്. ജ്ഞാനത്തിന്റെ അംഗമാണ് സന്യാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സർവഗ്രഹണം ഉക്താനുക്താർത്ഥം അവിടെ അവസാനം പറഞ്ഞു നിർത്തി. സർവസ്യ കാമായ പ്രിയം ഭവതി സർവം പ്രിയം ഭവതി. സർവസ്യ, കാരണം ഇങ്ങനെ പറഞ്ഞു പോയത് അവസാനിക്കത്തില്ല. എണ്ണമറ്റ വിഷയങ്ങളാണ്, എണ്ണമറ്റ ജീവന്മാരാണ്. ഇതെവിടെയാണ് അവസാനിക്കുന്നത്? അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. സർവസ്യ സർവഗ്രഹണം ഉക്താനുക്താർത്ഥം. ഇതുവരെ പറഞ്ഞതും ഇനി ഞാനുള്ളതുമായ എല്ലാ അനുഭവങ്ങളെയും എടുക്കണം. സർവം എന്ന് പറയുന്നത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഈ മൂന്ന് അനുഭവത്തിൽ എടുക്കണം. സർവത്ര ഇത് ബോധ്യമാകും. ആനന്ദം സ്വനിഷ്ഠമാണ്, ആത്മനിഷ്ഠമാണ്. തസ്മാത് ലോകപ്രസിദ്ധം ഏത് ആത്മേയ പ്രിയോ എന്നാണ്. അതുകൊണ്ട് പറയുന്നു, ഇതിപ്പോ ശാസ്ത്രതത്വം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. പക്ഷെ ഇത് ശാസ്ത്രതത്വം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇത് ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ സഹായമൊന്നുമില്ലാതെ എല്ലാവർക്കും അറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ തന്നെയാണ്. ആത്മഹത്യ ചെയ്യുന്നവനും അറിയാം, അവനും അറിയാം എന്താണ്. അതാണ് പറഞ്ഞ് സർവർക്കും അറിയാവുന്ന കാര്യം. ലോകപ്രസിദ്ധമാണെന്ന് പറയുന്നു. സ്നേഹം തന്നിലാണ്. തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, തനിക്ക് പ്രയാസങ്ങളുണ്ടാകുന്നു. അപ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ അവൻ വിചാരിക്കുന്നു ആത്മഹത്യയാണ് വഴി. തന്നോടുള്ള സ്നേഹം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇനി ആത്മനിന്ദ ചെയ്യുന്നതോ ചിലർ പറയും. ചിലപ്പോൾ ഒരാളൊരു അരുതാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ, മഹാപാപം ചെയ്തു കഴിഞ്ഞാൽ വിവേകം വരുമ്പോൾ അയാൾ ആത്മനിന്ദ ചെയ്യും. തന്നെ തന്നെ ചിലപ്പോൾ ശപിച്ചെന്ന് വരും. അതും എന്തുകൊണ്ട്? ആ നിന്ദനീയമായ വിഷയങ്ങളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, ചിന്തയിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. തന്നോട് അയാൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും തന്നിൽ പാടില്ലാത്തതാണെന്ന് പറഞ്ഞാണ് ആത്മനിന്ദ ചെയ്യും. എവിടെ നോക്കിയാലും ശരി, ആത്മഹത്യയായാലും ആത്മനിന്ദയായാലും സർവത്ര
ആത്മപ്രിയം, ആത്മസ്നേഹമാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരും അറിയുന്നുണ്ടെന്നാണ്. പക്ഷെ നമ്മളിവിടെ ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കുന്നു. എല്ലാവരും ഇത് സഹജമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ശാസ്ത്രത്തെ സമീപിക്കാത്തവർ. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് എന്താണ്, ഇത് ലോകത്തുള്ള സർവ്വജീവന്മാരും അനുഭവം ഉള്ളവരാണ്, അനുഭവശാലികളാണ്. പ്രത്യേകിച്ച് ജ്ഞാനം അജ്ഞാനമെന്ന് വേർതിരിക്കാൻ വരാം. ചിലയിടത്ത് പറയും സർവരും മുക്തരാണ്. ഇവിടെ ബന്ധനെന്ന് പറയുന്ന ബന്ധനസ്ഥനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്, ലോകപ്രസിദ്ധമേവ ഏതദാത്മേതി പ്രിയോ നാന്യത്, ഏതദാത്മേവ പ്രിയോ, താൻ തന്നെയാണ് തനിക്ക് പ്രിയനായിരിക്കുന്നത്, മറ്റൊരു വിഷയമല്ല എന്നുള്ളത് സർവർക്കും അറിയാം. തദ്ദേതത്രേഹ പുത്ര ഇത്യുപന്യസ, ഈ വിഷയം മുമ്പ് ബൃഹദാരണ്യത്തിന്റെ 1-ാം അധ്യായത്തിൽ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു, അവിടെ ഒന്ന് സൂചിപ്പിച്ചു. തദ്ദേതത്രേഹ പുത്രാത്രേഹ വിത്താത്രേഹ എന്നെല്ലാം മുമ്പ് വന്നു. ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, പുതിയൊരു കാര്യം പറയുകയല്ല. ഇത്യുപന്യസ്തം തസ്യ ഏതദ് വൃത്തിസ്ഥാനീയം, മുമ്പ് ഒന്ന് സൂചിപ്പിച്ച് ആ സൂചിപ്പിച്ചതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് പറഞ്ഞു. വിത്തസ്യ കാമായ ബ്രഹ്മണഃ കാമായ ക്ഷത്രസ്യ കാമായ ലോകാനാം കാമായ ദേവാനാം കാമായ, ഇങ്ങനെ ഭൂതാനാം കാമായ, പിന്നെ സർവസ്യ കാമായ, ഇങ്ങനെ ഒരുപാട് ഇവിടെ ആവർത്തിച്ചു. അത് മനസ്സിലാക്കേണ്ടത് മുമ്പ് പറഞ്ഞ സൂത്രം, ഇത് പറഞ്ഞത് വൃത്തി എന്ന് വെച്ചാൽ വ്യാഖ്യാനം വിശദീകരിച്ച് പറയുന്നു. വൃത്തിസ്ഥാനീയം പറഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ചനം തസ്മാത് ആത്മപ്രീതി സാധനത്വാ ഗുണാനി അത്ര ഗുണി അന്യത്ര പ്രതി ആത്മന്യവ മുഖ്യ. അപ്പോൾ മറ്റു വിഷയങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തെ ഇവിടെ പാടെയങ്ങ് നിഷേധിക്കുകയല്ല. അങ്ങനെ ഒരു സ്നേഹം ഇല്ലെന്നല്ല പറയുന്നത്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ സ്നേഹത്തിന്റെ തത്വത്തെ വരെ ഗ്രഹിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, മറ്റുള്ള വിഷയങ്ങളിൽ കാണുന്ന സ്നേഹം അത് ഗൗണസ്നേഹം, മുഖ്യസ്നേഹം അത് തന്നോടുള്ള സ്നേഹമാണ്. അങ്ങനെ സ്നേഹത്തിന്റെ തത്വത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വിശദീകരണം. അല്ല അന്യടത്ത് സ്നേഹമില്ലെന്നോ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. സംഭവിക്കുന്നുണ്ട്, അത് ഗൗണമായി മനസ്സിലാക്കുക. ഇതിനെ പ്രധാനമായി അപ്പോൾ ഒരു തത്വത്തെ അറിയാൻ ഗ്രഹിക്കുന്ന ആൾക്ക് ഗ്രാഹ്യമായിരിക്കുന്ന സ്വീകാര്യമായിരിക്കുന്ന സ്നേഹം ഈ സ്നേഹമാണ്. ഗൗണമായ സ്നേഹത്തെ അയാൾ ഉപേക്ഷിക്കുന്നു. അത് സന്യാസം, ത്യാഗം. അങ്ങനെ ത്യാഗം ഇവിടെ പറയുന്നു. തസ്മാത് ആത്മപ്രീതി സാധനത്വ. ഒന്നുകൂടിയുണ്ട്, എന്താണ് ഈ തന്റെ സ്വരൂപമായിരിക്കുന്ന സ്നേഹത്തെ തിരിച്ചറിയുന്നതിന് സഹായിച്ചത് മറ്റേ സ്നേഹമാണ്. വിവേകിയെ തിരിച്ചറിയും. ഈ പ്രകടമായ ബാഹ്യ വിഷയങ്ങളിലെ സ്നേഹത്തെ കണ്ടിട്ടാണ് അവൻ തിരിച്ചറിയുന്നത്. എന്തുകൊണ്ട്? ഈ ബാഹ്യമായ വിഷയങ്ങളിൽ ഭാര്യാപുത്രാദികളുടെ ഈ സ്നേഹത്തെ കാണുമ്പോൾ അവൻ ആ സ്നേഹത്തിന്റെ ഉറവിടത്തെ അന്വേഷിക്കുന്നു. ഇതൊക്കെ എവിടുന്നാണ്? ഇത് ആ വിഷയങ്ങളിൽ നിന്നാണോ വരുന്നത്, അതേ തന്നെ നിന്നാണോ? അപ്പോ ഈ ഭ്രാന്തി രൂപത്തിലുള്ള ഈ സ്നേഹം തന്നെ ഒരു വിവേകിക്ക് സാധനമാകുന്നു. എന്തിന് സാധനമാകുന്നു? തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതിന്. വാസ്തവത്തിൽ അത് ഭ്രാന്തി സ്ഥലത്ത് വിഷയങ്ങൾ ആ സ്നേഹത്തിന്റെ സാധനമാണ്. ആ വിഷയം ഉള്ളതുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നു. ആ വിഷയം ഇഷ്ടമായതുകൊണ്ട് ആ വിഷയത്തെ താൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹത്തിന് വിഷയം സാധനമാണ്. പക്ഷെ വിവേകിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്വരൂപമായ സ്നേഹമാണ്
ആ സ്നേഹത്തെ തിരിച്ചറിയുന്നതിന് ഈ ബാഹ്യസ്നേഹം ഒരു സാധനമാണ്. അതിലൂടെ പറയുന്നു, കസ്തൂരിമാൻ്റെ ഒരു പറയുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആ സുഗന്ധം, ആ സുഗന്ധം അതാണ് അതിന് സുഗന്ധത്തെ അന്വേഷിക്കുന്നതിന് പ്രേരണ കൊടുക്കുന്നത്. ആ സുഗന്ധത്തെ അന്വേഷിച്ചാണ് അത് ഓടുന്നത്. അതുപോലെ ഇവിടെ തന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈ സ്നേഹം എന്ന് ആ സ്നേഹത്തിന്റെ ഉറവിടത്തെ കണ്ടുപിടിക്കുന്നതിന് ഈ ബാഹ്യസ്നേഹം ഉപകരിക്കുന്നു. അതുകൊണ്ട് വിവേകിയെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹവും സാധനമാണ്. എന്നാൽ പ്രീതിരാത്മനീവ മുഖ്യ, അതുകൊണ്ട് തന്നിലുള്ള ആ സ്നേഹമാണ് മുഖ്യം. അതുകൊണ്ട് എന്ത് വേണം? തസ്മാ പറയുന്നു മൈത്രേയിയോട് ഇവിടെ യാജ്ഞവൽക്യം വരുന്നു. അരേ മൈത്രേയി ആത്മാവ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധ്യാസിതവ്യോ മൈത്രേയി ആത്മനോവ അരേ ദർശനേന ശ്രവണേന മത്യ വിജ്ഞാനേന ഇദം സർവം വിദിതം.